ദൈവാനുഗ്രഹത്താലും കരുണമസ് എന്ന കൂട്ടായ്മയിലായിരിക്കുന്നതുകൊണ്ട് ഇന്നത്തെ ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് വിജയൻ. ഹായ് 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 മാഷേ, ഹായ് ഹായ്. വിജയൻ മാഷേ, ഹായ് ഹായ്. ഹായ് എവരിബഡി, ഹായ് എവരിബഡി. വളരെ സന്തോഷത്തോടു കൂടി ഒരു ദിവസത്തെ മീറ്റിങ്ങിലൂടെ പങ്കെടുക്കാൻ കഴിഞ്ഞു. ഇന്ന് മഹത്തായ ഒരു ദിവസമാണ്. മലയാള മാസം ചിങ്ങം 1. അങ്ങനെ ഓണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പുതുവർഷ ആശംസകൾ, മലയാള മാസത്തിലെ പുതുവർഷത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേരെയാണ്. മദ്യരഹിതമായ സുബോധാവസ്ഥയിൽ എല്ലാവരും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഷിബു ടോക്കൺ വാങ്ങിയോ? 17 വർഷമായി അല്ലേ? എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ സഞ്ചരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തുടങ്ങാം. ഇന്നത്തെ വിഷയം പിന്നീടുള്ള കുടുംബമാണ്. പിന്നീടുള്ള കുടുംബം മാത്രമല്ല, എപ്പോഴും ഉള്ള കുടുംബമാണ്. ശരിക്കും ഈ മദ്യപിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഈ ജീവിതം എന്താണെന്നൊന്നും പഠിച്ചിട്ടില്ല. എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു പഠനമൊന്നും നടത്തിയിട്ടില്ല. പഠനം നടത്തില്ല വെച്ചാൽ നമ്മൾ ചെറുപ്പം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത്, ഹൈസ്കൂളിൽ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന കാലം വരെ രണ്ട് കാര്യത്തെക്കുറിച്ച് തീരെ ആലോചിച്ചിട്ടില്ല. ഒന്ന്, ആ കടന്നു പോകുന്ന പോയ ഓരോ ദിവസങ്ങളെക്കുറിച്ച് ഓർത്തിട്ടേയില്ല. കഴിഞ്ഞു പോയ കാലങ്ങളെക്കുറിച്ച് ഓർത്തിട്ടില്ല. രണ്ടാമത് ഓർക്കാത്തത്, ഇങ്ങനെ പോയാൽ എങ്ങനെ ആവുമെന്നുള്ളതിനെ കുറിച്ച് ഓർത്തിട്ടില്ല. സ്കൂളിലൊക്കെ പോയിട്ട് പഠിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ മോശമാവുമെന്നുള്ള കാര്യം ഓർത്തിട്ടേയില്ല. കോളേജൊക്കെ പോയി ഉഴപ്പിക്കഴിഞ്ഞാൽ അതൊന്നും പ്രശ്നമേ അല്ല. ഇടയ്ക്കൊക്കെ പോയി കള്ളു കുടിക്കാൻ പോയി കഴിഞ്ഞാൽ അതും ഒരു വിഷയമേ അല്ല. എന്ത് സംഭവിക്കും എന്ന്, ഭാവിയിൽ എന്താവും, ജോലി കിട്ടുമോ, ഞാൻ എവിടെ ജോലി ചെയ്യും, എന്ത് ചെയ്യും എന്നതിനെ കുറിച്ച് ഓർത്ത് യാതൊരു ടെൻഷൻ ഉണ്ടാവാത്തൊരു കാലമാണ് നമ്മുടെ ബാല്യവും കൗമാരവും ഒക്കെ. കഴിഞ്ഞ കാലത്തെ ഓർത്ത് വിഷമിക്കാത്തൊരു കാലം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കള്ളുകൂടിയൊക്കെ തുടങ്ങി. പിന്നെ അത് സ്ട്രോങ് ആയി. അവസാനം മദ്യാസക്ത രോഗിയാണെന്നൊക്കെ തിരിച്ചറിഞ്ഞ് ഒരു 10-40 വയസ്സിന് മുകളിലേക്കൊക്കെ ആയപ്പോഴേക്കും വയസ്സും കൂടി ഈ മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഈ വക കാര്യങ്ങളെല്ലാം കൂടി തലയിലേക്ക് വരുന്നത്. അങ്ങനെ തലയിലേക്ക് വന്ന് നമ്മളാണ് സുബോധത്തോടു കൂടി ജീവിക്കുകയും വേണം. എന്നാലേ മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പക്ഷെ സുബോധത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്നില്ല. 2-3 കാരണങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്ന്, പുറകോട്ട് തിരിഞ്ഞു പോകും. എന്നിട്ട് കടന്നു പോകുന്ന വഴിയിലുണ്ടായ കുറേ പ്രശ്നങ്ങൾ, ഉണ്ടാക്കി വെച്ച കുറേ കാര്യങ്ങൾ, നഷ്ടങ്ങൾ, അതുപോലെ തന്നെ പരാജയങ്ങൾ, പ്രശ്നങ്ങൾ എന്ന് വേണ്ട ആ വക കാര്യങ്ങൾ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ തലയിൽ പൊങ്ങി വരും. അങ്ങനത്തെ ഒരു മനസ്സ്, ഇത് ഇങ്ങനെ വരുന്നത് ഒരു എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ എനിക്കൊന്നൊരു 35 വയസ്സ് വരെ ഒന്നും ഇങ്ങനെ പഴയ കാലത്തെ കുറിച്ച് ഓർത്ത് ഒരു വിഷമവും വിഷമിച്ചിട്ടില്ല. അതേസമയം ഏയിൽ വന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പണ്ടത്തെ കാര്യം ഓർക്കാൻ തുടങ്ങും. എന്നാൽ അന്നേരമൊക്കെ ഓർക്കുക, കുറച്ചും കൂടി നന്നായിട്ട് ജീവിക്കാമായിരുന്നു, കുറച്ചും കൂടി നന്നായിട്ട് ജീവിക്കാമായിരുന്നു. എന്നിട്ട് പിന്നെ തെറ്റിപ്പോയ ഓരോന്നും എടുക്കും. അങ്ങനത്തെ ഒരു മനസ്സാണുള്ളത്. ആ മനസ്സിനെ കുറിച്ച് പറയുന്നത് മങ്കി മൈൻഡ് എന്നാണ് പറയുക. അതായത് ചാടി നടക്കുന്ന മനസ്സ്, അലസ മനസ്സ്. ഇതിൽ പിടുത്തം കിട്ടില്ല. അതങ്ങനെ ചിലപ്പോൾ വഴിക്കും വഴി പോകും. ഇനിയിപ്പോൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ, ഒരു കുറച്ചു നേരം വെറുതെ ഇരുന്ന് ഏതെങ്കിലും ഒരു മൊബൈലൊക്കെ ഞെക്കി കഴിഞ്ഞ് ഈ അതിന് സമാനമായ ഏതെങ്കിലും ഒരു വീഡിയോ കാണും കൂടി ചെയ്താൽ പറയാൻ വേണ്ട, മനസ്സങ്ങനെ അങ്ങോട്ട് പോകും. അപ്പൊ ഈ വെറുതെ ഇരിക്കുന്ന നമ്മള് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ആകെ ഒരു മൂഡ് ഓഫ്, ഭയങ്കര ഒരു സങ്കടം അല്ലെങ്കിൽ ഒരു വിഷമമൊക്കെ അങ്ങോട്ട് വരും.
അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാരണം ഉണ്ടാവില്ല. നമ്മുടെ ചിന്തയാണ് പ്രശ്നം. ഇങ്ങനെ അഴിച്ചു വിട്ട പോലെ ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന മനസ്സെന്നാ പറയാം. അത് പഴയ കാലത്ത് കൂടി എങ്ങനെ പോകും. ഇനി ആ പഴയ കാലത്തെ കുറിച്ച് കുറച്ചു നേരം പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി ഭാവിയിലേക്ക് കിട്ടും. ഇങ്ങനെ പോയാൽ എങ്ങനെയാവും? ഓരോ കാര്യത്തെക്കുറിച്ച് ഓർക്കാൻ തുടങ്ങും. പഴയ ഭാവിയിൽ അത് ഇത് അങ്ങനെ ഇങ്ങനെ ആ, എല്ലാത്തിന്റെ കാര്യം. ഇപ്പൊ ഒരു സുഖമില്ലെങ്കിൽ ആരോഗ്യപരമായ കാര്യങ്ങളെ കുറിച്ച് ഓർക്കും. അതല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് ഓർക്കും. ജോലിയുടെ കാര്യങ്ങളെ കുറിച്ച് ഓർക്കും. ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച്. മക്കൾ ഇങ്ങനെ പോയാൽ മക്കളെ എവിടെ കൊണ്ട് പഠിപ്പിക്കും, എന്ത് പഠിപ്പിക്കും, ഏത് കോഴ്സിന് ചേർക്കും, എന്താക്കും? ഇതിങ്ങനെ ഈ രണ്ട് കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഏഹ്, മിക്കവാറും വിഷമിക്കലാണ്. ഇതിന്റെ ഒരു കുറ്റബോധം നമ്മളിലുള്ളത് ഈ മദ്യപിച്ച് കുറെ കാലം കളഞ്ഞു പോയല്ലോ എന്നുള്ളത്. വെറുതെ കളഞ്ഞു പോയി, നഷ്ടമായി, പൈസയും പോയി. ശരിക്കും ഇനി എന്താ ചെയ്യും? എന്നിട്ട് അതുകൊണ്ട് തന്നെ ഈ മദ്യപാനമൊക്കെ നിർത്തി കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ മദ്യപാനമൊക്കെ കഷ്ടപ്പെട്ട് നിർത്തി. അപ്പൊ നിർത്തി കഴിഞ്ഞ് കുറച്ച് കാലത്തേക്കൊക്കെ ഈ മദ്യപാനത്തിൽ നിന്ന് മാറി നിന്നു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞൊരു 3-4 മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ആ സന്തോഷം അങ്ങോട്ട് പോയി. മദ്യപാനത്തിൽ നിന്ന് മാറി നിന്നു എന്നുള്ള സന്തോഷം പോയി. അങ്ങനെയാണല്ലോ നമ്മുടെ ലൈഫ്, നമ്മുടെ രീതി തന്നെ എങ്ങനെയാണ്. ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. സന്തോഷം കിട്ടാൻ വേണ്ടി എത്രയോ കഷ്ടപ്പെട്ട് നമ്മളൊരു സന്തോഷത്തിന്റെ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനു മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മറന്നു പോകും. അതിന്റെ കഷ്ടപ്പാടും ഈ കിട്ടിയ ആ സുഖത്തെ കുറിച്ചൊക്കെ ഓർത്ത്. ഇപ്പൊ ഇന്നലെ ഞാന് സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് ചെറിയൊരു മിനിയാന്ന് ഒരു വിഷയം അവതരിപ്പിക്കേണ്ട വന്ന കിട്ടിയിട്ടുണ്ട്. അപ്പൊ അന്ന് അന്നേരം പറഞ്ഞത് ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മളുടെ ജനത, ഇന്ത്യൻ ജനത അനുഭവിച്ചൊരു പ്രയാസമുണ്ട്. ആ പ്രയാസമൊക്കെ എത്രയോ പേരുടെ ജീവത്യാഗത്തിന്റെ ഫലമായിട്ട് പട്ടിണി കിടന്നും ഒക്കെ സമരം ചെയ്തും ഒക്കെ സ്വാതന്ത്ര്യം നേടിയെടുത്തപ്പോ കുറച്ചു കാലത്തേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ബ്രിട്ടീഷുകാരെ ഓടിച്ചല്ലോ. പക്ഷേ ഇപ്പൊ എന്താ അവസ്ഥ? ഇപ്പോ ആ ബ്രിട്ടീഷുകാരെ പോയ ഒരു സംഗതി അല്ല ഇപ്പൊ പ്രശ്നം. ഒരു വളരെ ദുരിതത്തിൽ നിന്ന് നമ്മുടെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ ആ അനുഭവിച്ച കഷ്ടപ്പാടുകളെ കുറിച്ച് ഓർത്ത് നമ്മൾ ആ കാലത്ത് നിന്ന് ഈ കാലത്തേക്ക് മാറിയല്ലോ എന്നുള്ള ഒരു സന്തോഷവും ഇന്നില്ല. ഇപ്പൊ ഉള്ള കുറെ കാര്യങ്ങൾ ഓർത്തിട്ടാണ് സന്തോഷവും സങ്കടമൊക്കെ വരുന്നത്. അപ്പൊ ഏത് ഒരു നേട്ടം നേടിക്കഴിഞ്ഞാൽ അത് കുറച്ച് കാലത്തേക്ക് നിൽക്കുള്ളൂ. അപ്പൊ മദ്യപാനത്തിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് കാലത്തേക്ക് അത് ഭയങ്കര സന്തോഷമുണ്ടെങ്കിൽ പിന്നീട് അത് അങ്ങോട്ട് പോയി. ഏത് സംഗതി അങ്ങനെ തന്നെ, ഒരു വീടുണ്ടാക്കിയാലും അങ്ങനെ തന്നെയാണ്, കുറച്ച് കാലത്തേക്ക് ഉണ്ടാവും. അപ്പൊ ഈ പിന്നീട് അപ്പൊ ആ ഈ സമയത്ത് നമുക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം സന്തോഷം. മൂന്ന് കാര്യങ്ങളാണ്: സന്തോഷം, സമാധാനം, സ്വസ്ഥത, സ്വൈര്യം, സമാധാനം. പിന്നെ വേണ്ടത് സുഖമാണ്. ഈ ഇതൊന്നും കിട്ടുന്നില്ല. സുഖം കിട്ടുന്നില്ല. സുഖം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഉള്ള ഒരു അവസ്ഥയാണ് സുഖകരമായ ഒരവസ്ഥ. മനസ്സിനുള്ള അവസ്ഥയാണ് സന്തോഷവും സമാധാനവും സ്വസ്ഥതയൊക്കെ. ഇത് വിചാരിച്ച പോലെ കിട്ടുന്നില്ല. കുറേ കാരണങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ ആയിട്ടും സന്തോഷം അനുഭവിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത്? അതിനെക്കുറിച്ചാണ് ശരിക്കും പഠിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം ഉണ്ട്, പക്ഷെ സന്തോഷം മാത്രമില്ല. കാരണം നമ്മള് കുടുംബസമേതമാണ് ജീവിക്കുന്നത്. അതെല്ലാം നമ്മുടെ ലോകക്രമം അങ്ങനെയാണ്. ഒരു കുടുംബം ഉണ്ടാവും. അപ്പൊ ആ കുടുംബത്തില് ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും, അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും. ഇവിടെ ആർക്കെങ്കിലും സുഖമില്ലാത്ത, പ്രായമായ ആർക്കും സുഖമില്ലാത്തതാണെങ്കിൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറെ അസ്വസ്ഥതകൾ ഉണ്ടാവും. പിന്നെ മക്കളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ പെരുമാറാത്ത അല്ലെങ്കിൽ ചെയ്യാത്ത മക്കളുണ്ടാവും. വേറെ ഒന്നുള്ളത് ഈ ഭാര്യയാണ്. ഇത് എന്നെ മനസ്സിലാക്കാത്ത ഒരു ഭാര്യ.
ഞാനാണെങ്കിൽ കുടിയൊക്കെ നിർത്തിയിട്ട് നല്ല പോലെ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കണ എനിക്ക് ഈ വക സാധനങ്ങളെല്ലാം കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാവും. പെട്ടെന്ന് തന്നെ ഇത് കൂട്ടായ്മയിൽ വന്ന് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകണമെങ്കിൽ നമ്മൾ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നുള്ള കുറേ ധാരണകൾ ഐഡിയകളൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ നമ്മളിത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഇത് നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ആരിലും വലിയ മാറ്റമൊന്നും വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല എൻ്റെ വീട്ടിലെ ആൾക്കാർ പെരുമാറുന്നത്. സ്വാഭാവികമായിട്ടും ഒരു അസ്വസ്ഥത കയറി വരും. ഈ അസ്വസ്ഥത കയറി വരുമ്പോഴത്തേക്കും നമ്മളുടെ മുഖം ഒരു വിവരണമാകും. ഒന്നുകിൽ ടെൻഷൻ കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ സങ്കടം കൊണ്ടായിരിക്കാം, അതിൽ ഭയം കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ദേഷ്യം വന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തായാലും ഒരു അസ്വസ്ഥത, ഒരു വെറുപ്പാവാം, അതല്ലെങ്കിൽ ഉം, നിരാശയാവാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു സംഗതി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഒരു തരം മ്ലാനമായ മുഖമായിരിക്കും. ശരിക്കും നമുക്ക് വേണ്ടത് സന്തോഷമാണ്. സന്തോഷത്തിന്റെ ഒരു തെളിവെന്ന് പറയുന്നത് നമ്മുടെ മുഖത്തൊരു ചിരിയാണ്, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം നമുക്ക് പലപ്പോഴും കിട്ടുന്നില്ല. കാരണം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ ചുറ്റുവട്ടത്ത് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ജീവിതത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് നമ്മൾ ഉണ്ടാക്കിയെടുത്തു, പക്ഷെ അതങ്ങനെയല്ല. അങ്ങനെ ഈ നമ്മുടെ വീടുകളിൽ നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ചു കാലം കഴിയുമ്പോഴേക്കും ഈ അസ്വസ്ഥത, കാരണം കള്ളുകൂടിന്റെ ആ നിർത്തിയതിന്റെ സുഖം പോയി കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ഈ അസ്വസ്ഥതകൾ ഇങ്ങനെ കയറി വരും. എന്നിട്ട് ഇതിന്റെ കാരണം എന്താണെന്ന് തപ്പി തപ്പി നോക്കുമ്പോൾ അത് മിക്കവാറും നമ്മൾ മറ്റുള്ള ആൾക്കാരിലേക്ക് അത് ചാരുകയും ചെയ്യും. ഈ അവളെങ്ങനെയാണ്, മക്കളെങ്ങനെയാണ്, അവരെങ്ങനെയാണ്, ഇതെങ്ങനെ ഏര് വന്നു കഴിഞ്ഞാൽ ഓരോരുത്തന്മാരെ അത് അങ്ങനെ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു കാഴ്ചപ്പാടിനനുസരിച്ച് ഒരാളും മുന്നോട്ട് പോകുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അസ്വസ്ഥതകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇനി നമ്മളെ കണ്ടാല് നമ്മുടെ മുഖം രണ്ട് തരം മുഖമേ മറ്റൊരാൾ ശ്രദ്ധിക്കൂ. നമ്മളും അങ്ങനെ തന്നെയാണ്. ഒരാളുടെ മുഖം കണ്ടാല് അല്ല, സന്തോഷത്തിലാണെങ്കിലും ഒക്കെ അത് നമുക്ക് മനസ്സിലാവും. പിന്നെ ഉള്ളത് എന്താന്ന് നമ്മൾ മനസ്സിലാവില്ല. അയാൾ പിന്നെ ഉള്ളത് എന്തായാലും അയാളുടെ മുഖം മ്ലാനമായിരിക്കും. ഒരു ഉന്മേഷമില്ലാത്ത ഒരവസ്ഥയായിരിക്കും അയാളുടെ മുഖത്തുണ്ടാവുക. അതെന്തൊക്കെയാവാം? അത് സങ്കടം കൊണ്ടാവാം, അതല്ലെങ്കിൽ ടെൻഷൻ കൊണ്ടാവാം, അല്ലെങ്കിൽ പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നത്തിന്റെ വേവലാതിയാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും നഷ്ടബോധമാവാം, അല്ലെങ്കിൽ അമളിയാവാം, കുറ്റബോധമാവാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അയാളുടെ മുഖത്തുണ്ടാവുന്നത് ഒരു മ്ലാനത, ഒരു ഉന്മേഷമില്ലായ്മ. ഇതിനെ പുറമേ നിന്ന് കാണുന്നവർ രണ്ട് തരത്തിലേ കാണുന്നുള്ളൂ: നല്ല സ്വഭാവം, മോശം സ്വഭാവം. നല്ല സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ച് ഇങ്ങനെ വർത്താനം പറയുന്നതാണ് നല്ല സ്വഭാവം. അല്ലാത്തതെല്ലാം മോശം സ്വഭാവമാണ്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ടെൻഷൻ വന്നാലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മുടെ മുഖഭാവ മാറ്റം വന്നാൽ എൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാവുന്നത് ആ പഴയ സ്വഭാവം, അയാൾ ഭയങ്കര ഒരു കള്ളു കുടിച്ച് കാലത്തുണ്ടായിരുന്ന ആ മുഖഭാവമാണല്ലോ. അതുകൊണ്ട് മോശം സ്വഭാവം. ചിരിച്ചു വർത്താനം പറഞ്ഞാൽ നല്ല സ്വഭാവം. എന്നാൽ നമ്മൾ ഈ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരാളും ശ്രമിക്കാറില്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇതെന്താണ് ആർക്കും മനസ്സിലാവാത്തത് എന്നെ. ഞാൻ ഇന്നിപ്പോ ഒരു സങ്കടം കൊണ്ടാണ് എൻ്റെ മുഖഭാവം മാറിയത്, അല്ലെങ്കിൽ ദേഷ്യം കൊണ്ടാണ് മാറിയത്, ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല, ആർക്കൊട്ടും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയാത്ത കുറച്ച് ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ ദിവസവും ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമം വരും. ഇതെന്താണ് ഇവരൊക്കെ ഇങ്ങനെ? ഒരു വാക്കെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ എന്ത് പറ്റിയത്?
ആര് ചോദിക്കാൻ? നിനക്ക് എന്താ ഒരു ഇന്ന് വല്ലാത്തൊരു മൂടപ്പാണല്ലോ, എന്താ സംഭവം? അങ്ങനെ ചോദിക്കില്ല. അങ്ങനെ കാരണം മോശം സ്വഭാവമാണല്ലോ. നമ്മൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഒരു കൈത്താങ് എന്ന നിലയ്ക്ക്, ഒരു സഹായം എന്ന നിലയ്ക്ക്, നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു വേവലാതിക്ക് ഒന്ന് പറയാനോ അല്ലെങ്കിൽ കേൾക്കാനോ ഒരാളില്ലാത്ത ഒരവസ്ഥ മിക്കവാറും എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ നന്നായി ജീവിക്കാൻ നോക്കുമ്പോഴുള്ള പ്രശ്നം. ഇനി മോശമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ, ഇപ്പൊ കള്ളു കുടിച്ച സമയത്താണെങ്കിലും ഈ വക കാര്യങ്ങളെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നന്നായി ജീവിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ. നന്നായി ജീവിക്കുമ്പോഴാണ് ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്യുന്നത്. മറ്റേ നമ്മൾ ഇതൊന്നും ഫേസ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് നമുക്കൊരു വിഷയമില്ല. നമ്മൾ മോശമാണല്ലോ, മോശമാണെന്ന് നമുക്കും അറിയാം. അതുകൊണ്ട് അതങ്ങനെ അങ്ങ് പോകുന്നു. പക്ഷെ നന്നായിട്ട് ജീവിക്കുമ്പോൾ ഇതൊന്നുമല്ല, ഒരുപാട് പ്രതിസന്ധികളാണ്. കാരണം എല്ലാം കാണണം, എല്ലാം കേൾക്കണം. ഓരോന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് തലത്തിലേക്ക് പോകും. ഒന്ന് പഴയ കാലത്തിലേക്കും പോകും, ഒന്ന് ഭാവിയിലേക്കും പോകും. ഇത് രണ്ടും കൂടി ആകുമ്പോഴേക്കും നമ്മൾ അസ്വസ്ഥനാവും. അങ്ങനെ ചിലപ്പം പിടിച്ചാൽ കിട്ടാത്ത തരത്തിലേക്ക് അസ്വസ്ഥത നീങ്ങി 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 പോകും. സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പോണു, അങ്ങനെ പോണു എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മളൊക്കെ മാറുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ സുഖകരമായിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇനി മറ്റൊരു രസകരമായ കാര്യം, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ വീട്ടിലുള്ള ആൾക്കാര് നമ്മളോട് എന്തുകൊണ്ടാണ് നന്നായി സംസാരിക്കാൻ ചിലപ്പോൾ വിമുഖത കാണിക്കുന്നതെന്ന്. ഇപ്പൊ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇവരൊക്കെ അങ്ങനെയാണ്, എത്രയായാലും ഇവർക്കൊന്നും ഒരു ഉം, മനസ്സിലാവില്ല, ഇവർക്കൊക്കെ നന്നായി പെരുമാറിക്കൂടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ കുറച്ച് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണമൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ മനസ്സിലായത് എന്താണ്ടോ അങ്ങനെ പെരുമാറാത്തത് എൻ്റെ മുഖഭാവമാണത്രേ. എൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രണ്ട് തരത്തിലുള്ള ഒരു മുഖഭാവം. അതായത് എൻ്റെ മുഖം കാണുമ്പോഴാണ് ഇവരുടെ മുഖം വാടുന്നത്, എന്നിട്ടാണ് ഇവർ മോശമായിട്ട് പെരുമാറുന്നത്. അതായത് ഒരു എൻ്റെ മുഖം വാടി അല്ലെങ്കിൽ ഒരു ഉന്മേഷമില്ലാത്ത മുഖം കാണുമ്പോഴേക്ക് ഇവർക്ക് അസ്വസ്ഥത വരും. ആ അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ ആ മുഖമാണ് നമ്മൾ കാണുന്നത്. അപ്പോഴേക്കും നമുക്ക് വീണ്ടും അസ്വസ്ഥത വരും. അപ്പൊ അതിന്റെ ആദ്യത്തെ അസ്വസ്ഥത വരാനുള്ള ഒരു കാരണം എൻ്റെ മുഖമാണ്. ഈ എന്നെ ഇതൊരു വലിയൊരു സുനിൽ പി ഇളയിടം എന്ന് പറയുന്ന ആള് വളരെ രസകരമായ ഒരു സംഗതി വെച്ചിട്ട് ഞാനൊരു 100 പ്രാവശ്യമെങ്കിലും വായിച്ച് പഠിച്ച ഒരു സാധനമുണ്ട്. നിങ്ങളൊരു പക്ഷെ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ എന്നെ കാണുന്നു, ഞാൻ നിങ്ങളെ കാണുന്നു. ഞാൻ കാണുന്ന നിങ്ങൾ വെറും നിങ്ങളല്ല. ഞാൻ കാണുന്ന നിങ്ങൾ വെറും നിങ്ങളല്ല, എന്നെ കാണുന്ന നിങ്ങളെയാണ് ഞാൻ കാണുന്നത്. എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ. അല്ലെങ്കിൽ എൻ്റെ എൻ്റെ നിങ്ങൾ എന്നെ കാണുമ്പോൾ എനിക്ക് നിങ്ങളോടുള്ള വികാരങ്ങളുണ്ട്, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹമുണ്ട്, എനിക്ക് നിങ്ങളോടുള്ള വെറുപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നതിൽ നിങ്ങൾ എന്നതുപോലെ എന്നെ കാണുന്ന നിങ്ങളെയാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞിട്ടൊരു നല്ല സംഗതി പറയുന്നുണ്ട്. അപ്പൊ എന്നെ മാത്രമായിട്ട് കാണുന്നില്ല, മറിച്ച് നിങ്ങളെ കാണുന്ന എന്നെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ആദ്യത്തെ മുഖഭാവം നന്നാവേണ്ടത് എൻ്റെ ആണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അവരെല്ലാവരുടെയും മുഖഭാവം നന്നായിട്ട് എൻ്റെ മുഖഭാവം നന്നാവലും നടക്കൂല. വീട്ടിലേക്ക് കയറി വന്നേം പാടെ വരെയും പാടെ ഈ മക്കളുടെ ചില പെരുമാറ്റങ്ങള്, ഭാര്യയുടെ ചില പെരുമാറ്റങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മുഖം വാടും. ഈ വാടിയ മുഖമാണ് പിന്നെ അവര് കാണുന്നത്. അതുകൊണ്ടാണ് അവര് മോശമായിട്ട് പെരുമാറുന്നത്. അപ്പൊ അതുകൊണ്ട് ഏഹ്, എവിടെയാണ് ആദ്യത്തെ മാറ്റം എന്ന് ചോദിച്ചാൽ, മാറ്റം വരുത്താൻ സാധ്യതയുള്ള ഒരേ ഒരു സ്ഥലം എൻ്റെ മുഖം മാത്രമാണ്. അപ്പൊ ശരിക്കും സന്തോഷത്തോടു കൂടി ഇരിക്കുക, അത് എൻ്റെ മുഖത്ത് കാണിക്കുക. അതിന് നേരത്തെ പറഞ്ഞ ഒരു ഘടകങ്ങളും കയറി വരാൻ പാടില്ല. ഏത്? ദേഷ്യം, സങ്കടം, ഭയം, എന്താ കുറ്റബോധം, വിഷമം തുടങ്ങിയിട്ടുള്ള ഒരു സങ്കടവും സാധനവും കയറി വന്നാൽ അതാന്ന് മനസ്സിലാവില്ല. ഞാൻ തിരിച്ചു കൊണ്ട് കേട്ടോ, തിരിച്ചു നല്ല വീട്ടിൽ ആർക്കെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ
ആ, അത് എന്ത് കാരണം കൊണ്ടാന്നുള്ള ഒരു പിടിയും കിട്ടില്ല. ചോദിച്ചാലും പറയില്ല ചിലപ്പോൾ. ചിലപ്പോൾ ചോദിക്കാൻ നിൽക്കുകയില്ല. അത് ഭയങ്കര ടെൻഷൻ അടിച്ച് നടക്കണ്ടെന്ന് വിചാരിക്കുക മാത്രമേ ചെയ്യുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ മനസ്സിലാക്കൽ എന്ന് പറയുന്ന ഒരു സംഗതി ഈ വളരെ കുറവാണ്. ഒരാളെ മനസ്സിലാക്കൽ ഏറ്റവും പ്രയാസമുള്ള ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികളെ പോലും മനസ്സിലാക്കാൻ പറ്റില്ല. എന്താണ് അവര് ബേജാറാവുന്നത്? അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇനിയിപ്പോൾ അവരോട് ചോദിക്കാൻ നിന്നു കരുതിക്കോ. ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു പ്രശ്നം പറയും. ഈ പ്രശ്നം പറയുമ്പോഴേക്കും സാധാരണഗതിയിൽ നടക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ അതിനെ കുറ്റപ്പെടുത്തും. നീ എന്തിനാ അതിന് പോയത്? നീ എന്തിനാ അങ്ങനെ നിന്നത്? അതിന്റെ ആവശ്യമുണ്ടായിരുന്നു, നമുക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് ഒരു കുറ്റപ്പെടുത്തും. ഈ കുറ്റപ്പെടുത്തുന്നതോടുകൂടി പിന്നെ അവര് മെല്ലെ സൈലന്റ് ആയിട്ട് അവരെ കൊണ്ട് പോവുക ചെയ്യും. ഇതേപോലെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാലും, എന്തെങ്കിലും ഒരു വിഷമോ സങ്കടമോ അല്ലെങ്കിൽ ഒരു പ്രയാസമുള്ള ഒരു കാര്യം പറഞ്ഞാൽ അപ്പോഴേക്കും പറയും, നിങ്ങളതിന് പോയിട്ടല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും പഠിച്ചില്ല, നിങ്ങൾ എന്തിനാ അതിനൊക്കെ നിൽക്കണേ, നിങ്ങൾക്ക് അതെങ്ങനെ ചെയ്താൽ പോരായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് കുറ്റപ്പെടുത്തും. ഈ കുറ്റപ്പെടുത്തൽ കേൾക്കുമ്പോഴേക്കും ആകെ ഡൗണാവും. നമ്മളൊരു ഒരു പ്രതിസന്ധി വന്നപ്പോൾ ആ പ്രതിസന്ധിക്കകത്ത് പരിഹാരം കാണാൻ വേണ്ടിയാണ് നമ്മളൊരു കാര്യം വീട്ടിലുള്ളവരോട് പറയുന്നതെങ്കിൽ അതിന് നേരെ ഒരു കുറ്റപ്പെടുത്തൽ കൊടുക്കും. ഇനി അതല്ലെങ്കിലോ, രണ്ടാമത്തെ ഒരു സംഗതി ഉപദേശം. നിങ്ങൾ ഇനി അതിനൊന്നും പോകണ്ട, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി, നിങ്ങൾ അങ്ങനെ ആക്കിയാൽ മതി എന്ന് ഇങ്ങോട്ടും അതല്ലെങ്കിൽ അങ്ങോട്ടും ഈ ഉപദേശം ഇതുവരെ ലോകത്ത് ആരും സ്വീകരിച്ചിട്ടില്ല. പക്ഷേ അതിങ്ങനെ പരമ്പരാഗതമായിട്ട് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഉപദേശം ഒരു പൈസ മുടക്കില്ലാത്ത സാധനമാണ്. അതിങ്ങനെ കേൾക്കുകയും ചെയ്യും. ആ ഉപദേശങ്ങളെ അങ്ങോട്ട് നിർത്തി ഞാൻ ആരെയും ഉപദേശിക്കുന്നില്ല. ഭാര്യനെ ഉപദേശിക്കുന്നില്ല, മക്കളെ ഉപദേശിക്കുന്നില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം ശരിക്കും കേൾക്കാൻ തുടങ്ങിയത്. ആ ആ കേൾക്കുമ്പോഴേ ഒരു മറുപടി പറയില്ല. അതാണ് ആദ്യമൊക്കെ നേരത്തെ അത് കേൾക്കാൻ തുടങ്ങി കുറച്ച് കേൾക്കുമ്പോഴേക്കും നിനക്ക് നീ പഠിച്ചില്ലല്ലേ, എത്ര പ്രാവശ്യം പറ്റിയതാ, പിന്നെ അത് തന്നെ ചെയ്ത് നീ അനുഭവിച്ചോ, അല്ല ഇപ്പൊ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് മക്കളോട് പറയുന്നതിന് പകരം മുഴുവൻ കേൾക്കും. മുഴുവൻ കേൾക്കണ നല്ല പണിയാണ്. കാരണം നമുക്ക് ഈ കേൾക്കാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഡയലോഗുകൾ വന്നുകൊണ്ടേയിരിക്കും. അതിന് മറുപടി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ വന്നുകൊണ്ടേയിരിക്കുന്ന മറുപടിയെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് വലിയൊരു പണിയാണ്. പക്ഷെ അങ്ങനെ കേൾക്കുന്ന ഒരാളാണ് കൂടെ നിൽക്കുന്ന ഒരാൾ എന്ന് പറയുന്നത്. ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് ഈ കൂടെ നിൽക്കുന്ന ഒരാളെ കിട്ടുക എന്നുള്ളത് വലിയ പണിയാണ്. ഇനിയിപ്പോ ഏറ്റവും നല്ല സുഹൃത്താണെങ്കിൽ പോലും അയാളോട് ഒരു പ്രയാസം പറഞ്ഞാല്, ഒരു പ്രയാസം വരുമ്പോൾ അയാളെ വിളിച്ച് പറയണം ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പ്രയാസം കേൾക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അയാൾ ഉപദേശിക്കാൻ തുടങ്ങും. അയാൾ ഉപദേശിച്ച് നീ അങ്ങനെ ചെയ്യണ്ട, നീ നീ മറ്റേ അതങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴേക്കും ഒരു അരിശം വരും. അതുകൊണ്ട് ഈ പ്രയാസങ്ങൾ പറയാൻ ഭയങ്കര മടിയായിട്ടുണ്ട്. ആരുടെ അടുത്ത് ഷെയർ ചെയ്യില്ല. ശരിക്കും എൻ്റെ അടുത്തൊരു പ്രശ്നം വന്ന ഒരാൾ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അത് മുഴുവൻ കേൾക്കുക എന്നുള്ളത്. എന്നിട്ട് ആ കേൾക്കുന്ന സമയത്ത് ഞാൻ വെറുതെ മിണ്ടാണ്ടിരിക്കാനും പറ്റില്ല. മിണ്ടാണ്ടിരുന്ന അയാൾ വിചാരിക്കും എന്ത് ഒരു അനക്കവും ഇല്ലല്ലോ, ഇത് കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കും. കേൾക്കുന്നുണ്ട് എന്ന് മറ്റേക്ക് തോന്നുകയും വേണം. ആ രീതിയിൽ ആ ആ എന്നിട്ട് ശരി ഓക്കെ ആ ഓ അങ്ങനെ കുറച്ച് അതിൻ്റെ അകത്ത് ടോണ് പോലും കളിയാക്കൽ വരാൻ പാടില്ല. ഈ പറയാനുള്ള പ്രോത്സാഹനം എന്ന നിലയിൽ പറഞ്ഞ് 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 അയാളെ കൊണ്ട് മുഴുവൻ പറയുക, പറയുന്നത് കേൾക്കാൻ നിൽക്കുമ്പോഴാണ് അയാളുടെ കൂടെയാണ് ഞാനെന്ന് അയാൾക്ക് തോന്നുക. അതല്ലെങ്കിൽ അയാളുടെ കൂടെ അല്ല എന്നാണ് തോന്നുന്നത്. അതായത് എതിർത്ത് പറയുകയോ ഉപദേശിക്കുകയോ ചെയ്താൽ അയാൾ അനുഭവിക്കുന്ന പ്രയാസം നമുക്ക് മനസ്സിലായിട്ടില്ല എന്ന് അയാളെ തീരുമാനിക്കും.
ഞാനും എനിക്ക് അത് കാരണം ഇത് എൻ്റെ അനുഭവമാണ്. ഞാൻ പറയുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് മനസ്സിലാവുന്നില്ല. ഇനി എന്താ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞ് ഇത് ഇത് ഒഴിവാക്കി പോവുക ചെയ്യാം. ഇപ്പൊ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും ആ, കുറ്റപ്പെടുത്താതിരിക്കാനും ഉപദേശിക്കാതിരിക്കാനും ഒക്കെ ഏഹ്, കഴിയേണ്ടതുണ്ട്. ഈ ഇത് നമ്മൾ ശരിക്കും അനുഭവിക്കുന്നത്, നിങ്ങളുടെ കൂടി നിർത്തിയതിനു ശേഷം നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് സംഗതികളുണ്ട്. അതായത് എ ഐ കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പലതരത്തിൽ നമ്മൾ പെരുമാറുമല്ലോ. ഒന്ന്, ഈ മീറ്റിങ്ങുകളിലൊക്കെ ശ്രദ്ധ കൊടുത്ത് അതിന് മാത്രമായിട്ട് പോകുമ്പോൾ മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഈ ശ്രദ്ധ കൊടുക്കാൻ സമയം കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറ്റപ്പെടുത്തൽ കേൾക്കും. അതേപോലെ സാമ്പത്തികം ഈ നഷ്ടപ്പെട്ട ഒരു ആളാണെങ്കിൽ പൈസ ഉണ്ടാക്കാനുള്ള ശ്രമത്തില് അയാള് ആ ആ ഒരു സംഗതിയിൽ ഇങ്ങനെ പോണ സമയത്ത് ഇയാൾ എപ്പോഴും ഗൗരവക്കാരനായിരിക്കും, സീരിയസ് ആയിട്ടായിരിക്കും. ഇയാൾ എല്ലാ കാര്യവും ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാം ഭയങ്കര സീരിയസ് ആയിട്ടായിരിക്കും. ഇപ്പൊ ഈ സീരിയസ് ആയിട്ടുള്ള മുഖം ഇരിക്കുന്ന സമയത്ത് മറ്റവർക്ക് ഇത് തീരെ പിടിക്കില്ല. കാരണം ഇങ്ങനെ ഒരു സീരിയസ് ആയ ആളെ അല്ല അവർ പ്രതീക്ഷിക്കുന്നത്. കാര്യങ്ങളെല്ലാം തുറന്ന് കേൾക്കുകയും കൂടെ നിൽക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരാളായിട്ടാണ് കൂടി നിർത്തിയാൽ നമ്മളുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഇവര് ആദ്യമൊക്കെ സപ്പോർട്ട് ചെയ്തത്. പിന്നെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ അതൊന്നും കിട്ടുന്നില്ല. ഒരു ചിരിക്കുന്ന പോലുമില്ല, ചിരി പോലുമില്ല. ഒരു ചിലപ്പോൾ പൈസയൊക്കെ ചോദിച്ചാൽ കൊടുക്കും, കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും, പക്ഷേ എപ്പോഴും സീരിയസ് ആയിരിക്കും. ഈ പറഞ്ഞ ഈ കുടുംബത്തിന്റെ അകത്ത് വളരെ ലളിതമായ ചില കാര്യങ്ങൾ കാരണം ആ, അസ്വസ്ഥതകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്നിട്ട് വലിയ വഴക്കോ വലിയ പൊട്ടിത്തെറികളോ ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ സുഖം എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ സന്തോഷം എന്ന് പറഞ്ഞ സാധനം വൈകുന്നേരമായി കിടന്നുറങ്ങാൻ നേരത്ത് പോലും അത് കിട്ടില്ല. പിന്നെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും, പക്ഷെ എന്തിനാ ഇപ്പൊ അങ്ങനെ. അപ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ട് സങ്കടപ്പെട്ട് പോവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിൽ ഏറ്റവും ഏഹ്, ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ടെക്നിക്ക് എന്താന്ന് വെച്ചാൽ, ഞാൻ എടുത്തൊരു ടെക്നിക്കാണ്. ഇന്ന് ആഹ്, ഇന്ന് ഞാനൊരു ഓരോ ദിവസം ഓരോ പാഠം പഠിക്കുക. ഇന്ന് ഞാൻ പഠിച്ച ഒരു പാഠം എന്ന് വെച്ചാൽ, ഈ ഒരു ആഹ്, ഒരാൾ മരിച്ചതിന്റെ ഒരു ആണ്ടിന് പോയപ്പോൾ അവിടെ ഒരു 500 ആൾക്കാർ വന്നിരുന്ന് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഈ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്ത്, അപ്പോ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, നമ്മളും ഈ ഭൂമി വിട്ട് ഒരു കാലത്ത് പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തെ ജനങ്ങൾ ഇതേപോലെ എന്നെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കാൻ വരുമോ, എത്ര പേര് വരുമെന്ന്. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണം. ആർക്കെങ്കിലുമൊക്കെ ഒന്നും ചെയ്തില്ലെങ്കിൽ വേണ്ടില്ല, നന്നായി ജീവിക്കണം. സന്തോഷത്തോടു കൂടി എല്ലാവരോടും ഇടപെടണം. ഞാൻ വിചാരിക്കുന്നത് പോലെ ഇടപെടുന്നവരോട് മാത്രമേ ഞാൻ നന്നായി സംസാരിക്കുന്നുള്ള രീതിയൊക്കെ ഒന്ന് മാറ്റിയിട്ട്, ആര് എങ്ങനെയൊക്കെ വിചാരിച്ചാലും ശരി, എൻ്റെ അടുത്ത് നിന്ന് ഏറ്റവും നല്ല കാര്യങ്ങൾ, എന്നെ കൊണ്ട് പരമാവുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ ഇനിയുള്ള കാലം ചെയ്യാം. എന്നിട്ട് ഞാൻ എപ്പോഴും സന്തോഷത്തോടു കൂടിയിരിക്കാം. തീർച്ചയായിട്ടും എന്നാണ് ഇത് സംഭവിക്കാന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. ഇന്നത്തെ ദിവസം ഏറ്റവും സന്തോഷത്തോടു കൂടിയിരിക്കാം. എൻ്റെ കൂടെയുള്ളവരെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സന്തോഷിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഞാൻ ഇടപെടാം. ഇതാണ് ഞാൻ ഇന്നത്തെ ആ ഒരു ചടങ്ങിന് ശേഷം എനിക്കുണ്ടായ ഒരു തിരിച്ചറിവ്. കാരണം ഇതാണ് ഒരു ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എവിടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ ഭൂമി വിട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ കാൽപ്പാടുകൾ പതിപ്പിച്ചിട്ടാണ് പോവുക. എന്ത് കാൽപ്പാടാണ് പതിപ്പിക്കേണ്ടതെന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. തിരിഞ്ഞു നോക്കാത്ത കാൽപ്പാടാണോ പതിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ പോയത് നന്നായി എന്നാണോ, അതോ
അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു എന്നാണോ? അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ പറഞ്ഞ ഈ സന്തോഷം കിട്ടാൻ വേണ്ടി ഈ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ നടക്കുന്ന ഒരാളെ കുറിച്ച് ഒരിക്കലും അങ്ങനെ വിചാരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് സന്തോഷം എന്നുള്ളത് ഈ നിമിഷത്തിലാണ് ഉണ്ടാവേണ്ടത്, ഈ ദിവസത്തിലാണ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ഏറ്റവും ഹാപ്പി ആയിട്ട് ജീവിക്കുക. എല്ലാം കിട്ടിയിട്ട് ഹാപ്പി ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആവില്ല. ഒരിക്കലും ആവില്ല. പ്രശ്നങ്ങൾ തീർന്നിട്ട് ഹാപ്പി ആവുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ആവില്ല. ഒരിക്കലും ആവില്ല. അത് തൊട്ടടുത്ത പ്രശ്നം പിന്നെയും വന്നോണ്ടിരിക്കും. ഒരു പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ, കാരണം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം ഏഹ്, വിശപ്പ്. ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വിശപ്പ് വരും. വിശപ്പ് വന്ന് ഇങ്ങനെ കൂടി കൂടി ഭയങ്കര വിശപ്പാണ്. ഭയങ്കര വിശപ്പായിരിക്കുന്ന സമയത്ത് നമുക്ക് പ്രോബ്ലമാണ്. നന്നായിട്ട് വിശക്കുന്നു, പ്രോബ്ലമാണ്. ആ പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടി അടുത്ത ഹോട്ടൽ ഒന്നുകിൽ ഹോട്ടലിൽ എവിടെ പോയിട്ട് നല്ല ഭക്ഷണം വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്തു. പക്ഷേ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞാലോ ഇതേ പ്രോബ്ലം പിന്നെ വരും. ഒരിക്കൽ ഒരു പ്രോബ്ലം വളരെ സുന്ദരമായി പരിഹരിച്ചു കഴിഞ്ഞാൽ ആ ഏഹ്, ഈ വിശപ്പിന്റെ കാര്യം തന്നെ എടുത്ത് ഞാൻ 4-5 മണിക്കൂർ കഴിയുമ്പോൾ ഇതുപോലെ വിശപ്പ് വരും. ഇതേപോലെ ഓരോ കാര്യത്തിനും ജീവിതത്തിൽ ഇപ്പോൾ എന്താ പറയുക, ടോയ്ലറ്റിൽ പോകുന്ന കാര്യം ആണെങ്കിലും ചില സമയത്ത് പോകാൻ മുട്ടി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഭയങ്കര അസ്വസ്ഥ. അതുകൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്തു. പക്ഷേ ഒരു ദിവസം കഴിയുമ്പോൾ ഇതേ പ്രോബ്ലം പിന്നെ വരും. അപ്പൊ ജീവിതത്തിൽ ശാരീരിക പ്രോബ്ലങ്ങൾ ഇങ്ങനെ ഒരിക്കലും പരിഹരിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് മാനസിക പ്രശ്നങ്ങളും. ഇതൊരിക്കലും പൂർണ്ണമായി പരിഹരിക്കുന്നില്ല. ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അടുത്ത ഒരു പ്രോബ്ലത്തിനുള്ള ഒരുക്കങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിനെ നമുക്ക് ആം, ഏഹ്, എന്താ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിശപ്പ് വരുമ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സംഗതികള് ഒരുക്കി വെക്കുക എന്നുള്ളത്. അല്ലാതെ ആ പ്രോബ്ലത്തെ അല്ല സോൾവ് ചെയ്യുന്നത്. ഭക്ഷണം വിശപ്പുണ്ടാവുക എന്നുള്ള പ്രോബ്ലത്തെ അല്ല സോൾവ് ചെയ്യുന്നത്. ആ പ്രോബ്ലം വന്നാൽ എന്താണ് പരിഹാരം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിച്ചിട്ട് ഭക്ഷണത്തിനുള്ള സാധന സാമഗ്രികൾ വാങ്ങിക്കൊണ്ടത്. ഇതേപോലെ നമുക്ക് മാനസിക പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് വരൂല, വരരുതെന്നല്ല, മറിച്ച് അത് വന്നാൽ എങ്ങനെ അത് പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അതിന് ഏറ്റവും നല്ലൊരു മാർഗമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നതിന് ശേഷം കണ്ടെത്തിയ കാര്യമാണ് ഈശ്വര ചിന്ത തന്നെയാണ്. ഈശ്വര ചിന്ത, ദൈവത്തിന്റെ ചിന്ത, ദൈവത്തിലേക്കുള്ള എന്താ പറയാ, ഒരല്പനേരം മനസ്സും ശരീരവും ഏകാഗ്രമായിട്ട് ഒരേ കാര്യത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്നാൽ ഒരു 15 അല്ലെങ്കിൽ 10 15 അല്ലെങ്കിൽ 20 മിനിറ്റ് എങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പരിഹാരമാണ്. നേരത്തെ പറഞ്ഞ വിശപ്പിന് ഭക്ഷണം കരുതുന്നത് പോലെ ഈ മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് ഈ ഒരു ഏകാഗ്രത. അതായത് ആ, എന്താണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയും. അതായത് ഈ മനസാന്നിധ്യം. ഈ മനസാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ വേണ്ടത് ഒരു മനസാന്നിധ്യമാണ്. ആ അത് പ്രശ്നത്തെ സോൾവ് ചെയ്യാനുള്ള ഒരു ഒരു സംഗതിയാണ്. ഈ ഭക്ഷണത്തിനുള്ള അരിയും സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുന്ന പോലെ ഒരു സാധനമാണ് ഈ മനസാന്നിധ്യം വാങ്ങി വെക്കണം. കാരണം ഈ പ്രോബ്ലങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ പ്രോബ്ലങ്ങൾ, അപ്പൊ മനസാന്നിധ്യത്തിനുള്ള ടെക്നിക്കും പഠിച്ചു വെക്കണം. എപ്പോഴെങ്കിലും അസ്വസ്ഥമാകുന്നുണ്ടെങ്കിൽ അസ്വസ്ഥമായി നിൽക്കുന്ന മനസ്സിൽ നിന്ന് പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയില്ല. അതിങ്ങനെ സോൾവ് ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അസ്വസ്ഥമായ മനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ 2 തരത്തിലേക്ക് ചിന്ത പോയിക്കൊണ്ടിരിക്കുക, അലഞ്ഞു തിരിയും. ഈ പഴയ കാലത്തേക്കും ഭാവിയിലേക്കും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ആ അസ്വസ്ഥത ഇങ്ങനെ ഇരട്ടിയായിക്കൊണ്ടിരിക്കും ഒരു പ്രോബ്ലം വന്നു കഴിയുമ്പോൾ. അങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റാതെ ആയി പോകുന്നത്. അല്ലാണ്ട് പ്രോബ്ലം അല്ല പ്രശ്നം, പ്രോബ്ലത്തെ കുറിച്ചുള്ള ചിന്തയാണ് ഇതിങ്ങനെ പോയാൽ എങ്ങനെയാവുന്നത്. അപ്പൊ ആ മനസാന്നിധ്യം കിട്ടണമെങ്കിൽ
ഒന്ന് ഈ പറഞ്ഞ മെഡിറ്റേഷൻ, ഒരല്പനേരം ഇത് ഈ പ്രാർത്ഥന, ധ്യാനം, ഈ രണ്ട് സാധനം ചെയ്ത് കഴിഞ്ഞാൽ ഈ അതിനുള്ള ഒരു ശക്തി കിട്ടും. പിന്നെ ഒരു മാർഗം എന്നുള്ളത്, ഒരു കാരണവശാലും ആ, മനസ്സിനെ അലഞ്ഞു തിരിയാൻ സമ്മതിക്കരുത്. ഇങ്ങനെ പറയാ അങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുന്ന ഒരു മനസ്സ് ആവരുത്. അതാവാതിരിക്കാനുള്ള ഒരു ടെക്നിക്ക്, മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ബോധപൂർവം. അത് എന്താണ്, എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. അത് പരിശീലിച്ചാൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഞാനിവിടെ ഒരു വിഷയം അവതരിപ്പിച്ചിട്ടില്ല, ഞാനിപ്പോ ഈ ലോകത്ത് വേറെ ഒരു കാര്യത്തെക്കുറിച്ചും ആലോചിക്കുന്നില്ല. ഇപ്പൊ ആകെ ആലോചിക്കുന്നത് ഈ ഒരു വിഷയം അവതരിപ്പിക്കാനുള്ള അതിന്റെ പോയിന്റുകളെ കുറിച്ച് മാത്രമാണ്. ഈ ഇരിക്കുന്ന ആ, ആൾക്കാര് കുറെ പേരുണ്ട്, ഇവരെ ഉണ്ട്, അത് അവർക്ക് ആ, ആ, യോജിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയാന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് വായിക്കാനിരിക്കുകയാണെങ്കിൽ വായിക്കുന്നതിൽ ശ്രദ്ധ കൊടുക്കുക, ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധ കൊടുക്കുക. അല്ലാണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഏതെങ്കിലും കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാതിരിക്കുക. അങ്ങനെ ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ ടോയ്ലറ്റിൽ പോയിരിക്കുമ്പോഴോ കുളിക്കാൻ പോയിരിക്കുമ്പോഴോ ഇങ്ങനെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ആലോചിക്കുന്നതിന് പറഞ്ഞ ന്യായീകരണം എന്താന്ന് വെച്ചാല്, ഇനി ചെയ്യാൻ പോകുന്ന, ഇന്നിപ്പോ ചെയ്യാൻ പോകുന്ന കാര്യത്തെ കുറിച്ചാണ് ആലോചിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. ആലോചന തുടങ്ങുന്നത് അവിടെയാണ്, പക്ഷെ തീരുന്ന അവിടെയല്ല. അതിങ്ങനെ മല 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 മലയായിട്ട് വേറെ വേറെ എവിടെയോ എത്തിപ്പോകും. അതോടുകൂടി നമ്മൾ അസ്വസ്ഥനാവും. അപ്പൊ ചിന്തകളെ, അനാവശ്യമായ ചിന്തകളെ, കാട് കയറി പോകുന്ന ചിന്തകളെ, അലഞ്ഞു തിരിയുന്ന മനസ്സിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഈ സന്തോഷം എന്നുള്ള സാധനം ഉണ്ടാവുള്ളൂ. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ചെയ്യുന്ന പണിയിൽ ഒരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ, എന്നൊരു പൂർണ്ണത ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഈ മറന്നു പോകും. ഇപ്പോ ഏഹ്, ഞാനൊരു ഇന്നലെ ഇന്നലെ കണ്ട ഒരു ഉദാഹരണം, ഒരാള് നമ്മുടെ നാട്ടില് ഓമശ്ശേരി അങ്ങാടിയില് ബൈക്കും തെരഞ്ഞു നടക്കുക. അയാള് ബൈക്ക് ഓടിച്ചാണ് അങ്ങാടിയിൽ വന്നത്. എന്നിട്ട് അയാൾ ബൈക്ക് വെച്ചു, ബൈക്ക് സൈഡാക്കി സ്റ്റാൻഡിൽ വെച്ചു. എന്നിട്ട് അയാൾ പോയി സാധനം വാങ്ങി വന്നിട്ട് അയാളുടെ ബൈക്ക് എവിടെ വെച്ചെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല, ഒരു ഓർമ്മയില്ല. അപ്പൊ അതിന്റെ ഒരു ലോജിക്ക് എന്താന്ന് വെച്ചാല്, ഇയാൾ ഫുള്ളി ആബ്സെന്റ് മൈൻഡഡ് ആയിട്ടാണ് ബൈക്ക് സൈഡാക്കിയത്. അതായത് ഈ ബൈക്കിൽ പോവുകയും അവിടെ ഇറങ്ങുകയും ചെയ്യുന്ന സമയത്ത് ഇയാളുടെ ചിന്ത വേറെ ഏതോ സ്ഥലങ്ങളിലൂടെയാണ്. അത് കഴിഞ്ഞ് ഇയാൾ വണ്ടി എവിടെ വെച്ചെന്ന് ഇയാൾക്ക് യാതൊരു ഓർമ്മ കിട്ടുന്നില്ല. ഇതേപോലെ നമ്മളും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ സംശയത്തോടു കൂടി നോക്കുന്ന ആൾക്കാരുണ്ട്. ഞാനത് എവിടെയാ വെച്ചത്, അത് കാണുന്നില്ലല്ലോ, എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ യാന്ത്രികമായി ആബ്സെന്റ് മൈൻഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ആബ്സെന്റ് മൈൻഡ് ആയിട്ടൊന്നും മാത്രമല്ല, ആ സമയത്ത് വേറെ ഏതൊക്കെയോ ചിന്ത കയറി വരുന്നുണ്ട്. അത് എന്തുകൊണ്ട് നമുക്ക് ഒന്ന് ശ്രമിച്ചാൽ, ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് ചെയ്താൽ രണ്ട് കാര്യമാണുള്ളത്. ഒന്ന്, ആ കാര്യം നന്നാവുകയും ചെയ്യും. രണ്ടാമത്തത്, നമ്മൾക്ക് അസ്വസ്ഥത കുറയുകയും ചെയ്യും. മൈൻഡ് ഈ ആ ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കിട്ടും. നമ്മളെ സംബന്ധിച്ച് ഇത് കൂടുതലുണ്ട്. പിന്നെ ഏഹ്, ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കുടിയൊക്കെ നിർത്തി നല്ല പോലെ നല്ല രീതിയിൽ ജീവിക്കാനൊക്കെ ആഗ്രഹിക്കുമ്പോൾ നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരാളും ആ തരത്തിലേക്ക് ഉയർന്നിട്ടുണ്ടാവില്ല. അപ്പൊ ഇത് കാണുമ്പോഴേക്കും നമുക്ക് കലി വരും, ദേഷ്യം വരും. എന്താ അങ്ങനെ ആക്കിയാൽ ഇങ്ങനെ ആക്കിയാൽ അങ്ങനെ. ശരിക്കും നല്ലതാണെങ്കിൽ പോലും നമ്മൾ അസ്വസ്ഥനാവാനുള്ള ഒരു കാരണം, മറ്റുള്ളവരൊക്കെ എന്താ ഇങ്ങനെ ആവാത്തത്, എന്താ അവരങ്ങനെ ചെയ്യാത്തത് എന്നിങ്ങനെ ആലോചിച്ചുണ്ട്. അവരാരും അങ്ങനെ ചെയ്യാനുള്ള സാധ്യതയില്ല. കാരണം അവർ നമ്മൾ വളരുന്ന പോലെ വളർന്നിട്ടില്ലല്ലോ. ആ ഉൾക്കാഴ്ച ഉണ്ടായ ശേഷം ഞാൻ മാത്രമാണ് മാറിയതെന്നും മറ്റുള്ളവരാരും മാറിയിട്ടില്ല, മാറേണ്ട ആവശ്യം അവർക്ക് ഇല്ലാത്തതുകൊണ്ട് അവർ അങ്ങനെ തന്നെ പെരുമാറുന്നത് കാണുമ്പോൾ അസ്വസ്ഥപ്പെടുകയാണെങ്കിൽ
നമ്മൾ നിരന്തരം അസ്വസ്ഥതയിലായിരിക്കും. അതാണ് ഓ, എന്താ പറയാ, സ്വസ്ഥത ഉണ്ടാക്കാനുള്ള ഏറ്റവും ഏ, നല്ല മാർഗങ്ങളിൽ ഒന്ന്. ആ ആ, അതേസമയം അവർക്ക് വേണ്ടത് എന്താണ്? നമ്മൾ നല്ല ചിരിക്കുന്ന മുഖം, അത് നമ്മൾക്ക് കൊടുക്കണില്ല. അപ്പോൾ ആരും അങ്ങനെ മാറുമെന്ന് വിചാരിക്കണ്ട, മാറിയെന്ന് വിചാരിക്കണ്ട, നമ്മൾ നമ്മളോട് നല്ല പെരുമാറ്റം ഉണ്ടാവുമെന്ന് വിചാരിക്കണ്ട. അങ്ങനെയുള്ള സ്ഥലത്ത് പോലും നമ്മൾ നല്ല രീതിയിൽ നന്നായി പെരുമാറാൻ നമ്മൾ വളരുകയാണെങ്കിൽ നമുക്ക് സ്വസ്ഥത ഉണ്ടാവും. അതല്ല എങ്കിൽ നമ്മൾ അസ്വസ്ഥനായിരിക്കും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അപ്പൊ ഏഹ്, ഇതിന്റെ സാഹചര്യങ്ങൾ പറയുന്നത്, കുറെ കാര്യങ്ങൾ പറയുന്നത്, ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ പണ്ട് നടന്ന ഇതുകൊണ്ട് തന്നെ ഈ മിക്കവാറും കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഈ വിമർശിക്കാൻ തുടങ്ങും. അതായത് നമ്മൾ ആദ്യത്തെ ഒരു ഘട്ടം കുടി നിർത്തി കഴിയുമ്പോൾ കുറെ കാലമൊക്കെ കാത്തു നിൽക്കും. പിന്നെ ഓരോന്ന് നമ്മൾ ചിലപ്പോൾ ഊന്നൽ നൽകി മീറ്റിങ്ങിന് പോകും, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പോകും, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പോകും. ഇതെല്ലാം കഴിഞ്ഞാലും നമ്മൾ കുടിക്കാതിരിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് അങ്ങനെ നടക്കുമെങ്കിൽ പോലും, വലിയ കാര്യമാണ് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കുമെങ്കിൽ പോലും, അതൊരു വലിയ കാര്യമായിട്ട് ഇവർക്ക് ആർക്കും തോന്നില്ല. ഇവരൊക്കെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യുന്ന, നല്ല കെയർ ചെയ്യുന്ന, നല്ല ശ്രദ്ധിക്കുന്ന, എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ടാണ് നമ്മളെ അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ആ സാധനമൊന്നും ഇവർക്ക് കിട്ടുന്നില്ല. അങ്ങനെ കിട്ടാതെ വരുമ്പോൾ ഇവരും അസ്വസ്ഥരാകും. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു അസ്വസ്ഥത. അപ്പൊ അവരെ ആഹ്, മാറ്റിയെടുക്കാൻ നമുക്കാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പറ്റിയില്ല. പിന്നെ വേറൊരു സംഭവം വരുന്നത്, നമ്മുടെ ഒരു ഒറ്റപ്പെടൽ വരും. അതായത് ആം, എന്റെ പോലെയുള്ള ഒരാളില്ലല്ലോ. ഈ ഞാനൊരു പ്രശ്നം പോയി പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാനും ആരുമില്ല, ശ്രദ്ധിക്കാനും ആരുമില്ല. അത് മീറ്റിങ്ങിലായാൽ പോലും എന്താ പറയാ, പോയി പറഞ്ഞു വരിക എന്നുള്ളതല്ലാതെ ഒരു ഒരു തരം ഒരു ഒറ്റപ്പെടൽ, ഒരു ഒരു ഭീഷണി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആഹ് നമുക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടാതെ വരും. അംഗീകാരം കിട്ടാൻ നമുക്ക് വലിയൊരു ആഗ്രഹം എന്താന്ന് വെച്ചാൽ, എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം പറഞ്ഞ അതിന്റെ ഒരു ആഗ്രഹത്തിന് വരുന്നത്, ഷിബു ഒരു റൈറ്റപ്പ് ഇട്ടതിൽ മൂന്നാല് പേരുടെ പേര് സ്വാധീനിച്ച മൂന്നാല് പേരുടെ പേരിൽ ഒന്ന് എന്റെ പേരിട്ടിട്ടുണ്ട്. അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷമായി. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല്, എല്ലാവരുടെയും ഉള്ളിലുള്ള വലിയൊരു ആഗ്രഹമുണ്ട്, ഞാനൊരു നല്ല കാര്യം ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാനൊരു പ്രധാനിയാണ്, ആ, എന്നൊക്കെ ഒരു എന്താ പറയാ, എന്നെ ആ, സ്നേഹിക്കണം, അംഗീകരിക്കണം, എന്നോട് നല്ല വാക്ക് പറയണം. അത് നല്ല വാക്ക് കൊതിച്ചുകൊണ്ടാണ് ഞാൻ എല്ലാവരും എന്ത് കാര്യവും ചെയ്യുന്നത്. പക്ഷെ എവിടെ നിന്നത് കിട്ടുന്നില്ല. ഒരു നല്ല കാര്യം, നല്ല വാക്ക് കേൾക്കാനുള്ള ചുറ്റുപാട് ഇന്ന് നാട്ടിലില്ല. അത് കൂടെ ഉള്ളവരും കൂടെ, പ്രത്യേകിച്ച് അത് വീട്ടിൽ നിന്നാണ് തീരെ കിട്ടാത്തത്. കാരണം ഇവര് സ്ഥിരമായി കാണുന്നതുകൊണ്ട് ഇപ്പൊ എപ്പോഴും നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കണോ. അപ്പൊ അതിന്റെ ഒരു ന്യായം അവര് പറയുന്നത്, ഈ അതിനിപ്പോ എന്താ, അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല, ഇപ്പൊ ചെയ്യുന്നതൊക്കെ നല്ലത് പറയണം. പക്ഷെ ഇത് ഓരോന്നും ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് ഈ ഞാൻ ആ ചെയ്യുന്നത് നല്ലതാണ് എന്ന് ഇവരുടെ വാക്കാലല്ല പ്രവൃത്തിയാൽ എന്തെങ്കിലും ഭാവത്തിലെങ്കിലും കാണണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ അത് എവിടെയും കിട്ടുന്നില്ല. ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതാ ഈ ആർക്കോട് ചാനൽസിന്റെ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കും. ഇത് എല്ലാ ദിവസവും ഇങ്ങനെ മീറ്റിംഗ് കൃത്യസമയത്ത് സംഘടിപ്പിക്കണമെങ്കിൽ ചില്ലറ ഉം, മെനക്കേടൊന്നുമല്ല. പക്ഷെ ആരാ അതിന് അങ്ങനെ സംഘടിപ്പിക്കുന്ന ഒരാളെ വിളിച്ച് നല്ല പരിപാടി കേട്ടോ നിങ്ങൾ ചെയ്യുന്നത്, ഇത്ര കൃത്യമായിട്ട് ഇത് എങ്ങനെ ഇത് കൃത്യം 10 മണിക്ക് എത്രയോ വർഷങ്ങളായിട്ട് ഇത് ചെയ്യുന്നത്, അത് സമ്മതിക്കണം. ഒരു അതും സാധാരണക്കാരൊന്നും പറ്റുന്നതല്ല എന്ന് പറഞ്ഞ ഒരു അത് പൊക്കലാന്നാണ് വിചാരിക്കുക. പക്ഷെ അങ്ങനെ ഒന്ന് കേൾക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടല്ലോ.
ഞാൻ അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അങ്ങനെ ആ, എന്താ പറയുക, എയെ സംബന്ധിച്ച് മാത്രമല്ല, വീട്ടിലെ കാര്യമായാലും ശരി, നാട്ടിലെ കാര്യമായാലും ശരി, ഏത് കാര്യമായാലും ശരി, അതിനകത്ത് ഞാൻ ചെയ്തത് നന്നായി. കാരണം നമ്മൾ ചെയ്യുന്നത് നന്നായിട്ടാണ്. ഇപ്പൊ ഈ എയിൽ വന്നതിന് ശേഷം നമ്മൾ ഒരു കാര്യവും മോശമായിട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ മോശമായിട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഒരാൾ പോലും അത് നന്നായി എന്നൊരു വാക്ക് പറയുന്നില്ല. ഇത് എന്താണെന്നറിയില്ല, നമ്മുടെ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എന്നാലോ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ അതെല്ലാവരും കാണുകയും ചെയ്യും, അതന്നേരം പറയുകയും ചെയ്യും. അങ്ങനെ മൊത്തത്തില് ഒരു അസന്തുഷ്ടിയോടുകൂടിയാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. നമ്മൾ എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അവസാനം ചിലപ്പോൾ അങ്ങ് തീരുമാനിക്കുക എന്തിനിപ്പോൾ ഇങ്ങനെ ജീവിക്കണം, എന്തപ്പോൾ ഇങ്ങനത്തെ ജീവിതം എന്ന് ഓർത്ത് നിരാശരായി പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അപൂർവമായ ചില സ്ഥലങ്ങളിൽ ആരെങ്കിലും ഒന്ന് രണ്ട് പേരെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ഇപ്പൊ ഒരു 100 പേരുണ്ടെങ്കിൽ പോലും അതിൻ്റെ അകത്ത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പേര് ഈ പറഞ്ഞ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് തരുള്ളൂ. അല്ലാത്തവരൊക്കെ തരിക എന്തേ ഇന്നലെ തുടങ്ങാൻ താമസിച്ചത്, ഏത് 5-8 കൊല്ലമായിട്ട് ഒരേ സമയത്ത് തുടങ്ങിയ ഒരു മീറ്റിംഗ് ഒരു ദിവസം തുടങ്ങാൻ താമസിച്ച അപ്പം തന്നെ അതിനൊരു ഒരു ഒരു നെഗറ്റീവ് ആയിട്ടാണ് ആൾക്കാർ വരിക. കാരണം നമ്മുടെ പൊതുവായ ഒരു സ്വഭാവം അതാണ്. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ച ഒരു കാര്യം, ഏതെല്ലാം നെഗറ്റീവുകൾ എവിടെയെല്ലാം ഉണ്ടെങ്കിലും അതൊന്നും പോയിട്ട് നന്നാക്കേണ്ട പണി എൻ്റെ അല്ല. ആ നന്നാക്കാൻ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ നെഗറ്റീവ് ഞാൻ കാണാൻ നിന്നാൽ എനിക്ക് അസ്വസ്ഥത ഉണ്ടാവും. പക്ഷെ അവിടെ ഒരു പോസിറ്റീവ് കാണുകയാണെങ്കിൽ എനിക്ക് സന്തോഷം ഉണ്ടാവും. അപ്പം അവരുടെ നെഗറ്റീവ് കാണുക എന്നുള്ളത് അവരോട് ചെയ്യുന്ന ഒരു നന്മ മാത്രമല്ല, അതല്ല. അവരുടെ ഒരു പോസിറ്റീവ് കാണുന്നത് ഞാൻ എന്നോട് ചെയ്യുന്ന ഒരു നന്മയായിട്ടാണ് ഞാൻ കണ്ടത്. അത് കാണുമ്പോൾ, ആ പോസിറ്റീവ് കാണുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാവും. നെഗറ്റീവ് കണ്ടാലോ എനിക്ക് സങ്കടം വരുന്നു. അപ്പൊ ഞാൻ എന്തിനാ ഈ നെഗറ്റീവ് കാണുമ്പോൾ? എൻ്റെ കയ്യിലെ സന്തോഷം എൻ്റെ ചിന്തയിലാണ്. ഞാൻ ഏത് തരത്തിൽ എന്തിനെ കാണുന്നു എന്നുള്ളതനുസരിച്ച്. അതുകൊണ്ട് എന്തിലും നന്മ കാണാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മൾ സന്തോഷവാനായിരിക്കും. കുറവാണ് കാണുന്നെങ്കിൽ നമ്മൾ സങ്കടം. ഈ കുറവ് കണ്ടിട്ട് ഇപ്പോൾ ഒരു മെച്ചമില്ല. അയാളെ നന്നാക്കേണ്ട കാര്യം നമുക്കില്ല. ഒരാളെ നന്നാക്കുകയല്ല വേണ്ടത്. അയാളോട് എന്തെങ്കിലും ഒരു സന്തോഷത്തോടു കൂടി അയാൾ ചെയ്ത കുറേ നല്ല കാര്യങ്ങൾക്ക് നന്മ പറഞ്ഞതിന് ശേഷം വേണമെങ്കിൽ എന്തെങ്കിലും അത് ഇങ്ങനെ ആയാൽ നന്നാവുമായിരുന്നു എന്നൊക്കെ പറയാ വേണമെങ്കിൽ. പറഞ്ഞതിന്റെയൊക്കെ ടോട്ടൽ ഇതിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട്, ബിഗ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട്. ഏഹ് ഈ പൊതുവേ ആൽക്കഹോളിക് അനോണിമസിലുള്ള കള്ളുകുടിയന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ചിരിക്കാൻ ഭയങ്കര മടിയുള്ളവരാണ്. ചിരി ഭയങ്കര സീരിയസ് ഗൗരവമായിട്ടാണ് ജീവിതത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതാണ് ഓരോ കുടുംബവും ഒറ്റയ്ക്കും കൂട്ടമായിട്ടും അനുവദിക്കുന്ന സമയങ്ങളിൽ, കിട്ടുന്ന സമയങ്ങളിലൊക്കെ ചിരിക്കാൻ ശ്രമിക്കാൻ വേണ്ടി പറയുന്നു. അതുപോലെ ഉം, കുട്ടികളുമായിട്ടുള്ള സൗഹാർദ്ദമാണ് മറ്റൊരു സംഗതി ഉള്ളത്. ഈ ഇവരുടെയൊക്കെ മനസ്സ് രൂപപ്പെട്ടു വന്നത് ഈ കുടിയനായിട്ടുള്ള എൻ്റെ പ്രകൃതങ്ങൾ കണ്ടു വളർന്നിട്ടുള്ളവരാണ്. ആ പ്രകൃതം കണ്ടു വളർന്ന ഞാൻ കുടിയൊക്കെ നിർത്തിയതിന് ശേഷം ഇവരെ ഇവരോട് പറയാൻ പോകും, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ ഇങ്ങനെ ചെയ്യും. ഇത് ഓരോന്നും പറയുമ്പോഴും അവരുടെ മനസ്സിലേക്ക് ആദ്യം കയറി വരുന്നത് എന്തായിരുന്നു ഇയാളുടെ കോലം. നമ്മൾ അന്നേരം വിചാരിക്കുന്നത് എനിക്ക് പറ്റിയ അബദ്ധം ഇവർക്ക് വരരുത്. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ച കുറേ കാര്യങ്ങൾ അത് അടുത്ത തലമുറയ്ക്ക് വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇവരോട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് പറയുമ്പോഴേക്കും അവരുടെ മനസ്സിൽ വരുന്നത് ഇത് പറയാൻ നമുക്കുള്ള യോഗ്യതയെക്കുറിച്ചാണ്. അവിടെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഈ കുട്ടികളുടെ കാര്യത്തിൽ
ഈ നമ്മൾ ഉപദേശിക്കുകയോ അല്ലെങ്കിൽ നിർബന്ധം പിടിക്കുകയോ വഴക്ക് പറയുകയോ ചീത്ത പറയുകയോ എന്ത് ചെയ്താലും ഈ കുട്ടികളുമായിട്ട് അത് പിണങ്ങുക എന്നുള്ളതല്ലാതെ അവർക്കത് മനസ്സിലാവില്ല. എൻ്റെ അനുഭവം തന്നെയാണ്. പിന്നെ പിന്നെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മാറ്റം വരുത്തേണ്ടത് ഈ പറഞ്ഞ ടോണുകളെല്ലാം മാറ്റണം. സീരിയസ് ടോണുകളെല്ലാം മാറ്റിയിട്ട് ഒരു സ്നേഹത്തിന്റെ ടോണ് വരണം. സ്നേഹം അത് നമുക്ക് തീരെ അറിയാത്തൊരു സാധനമാണ്. സ്നേ ഏഹ് പഠിക്കാത്തൊരു സാധനമാണ് സ്നേഹിക്കുക എന്നുള്ള ഒരു സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാത്തിൻ്റെയും അകത്തുണ്ട് സ്നേഹം എന്ന് പറയുന്നത്. ഈ മറ്റേ ആളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് ആ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്താലാണ് സ്നേഹം എന്ന് പറയുന്നത്. അല്ലാതെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അയാൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്താലും അത് അയാളുടെ ഇഷ്ടമല്ല എങ്കിൽ അതൊരു സ്നേഹപ്രകടനമായി മാറൂല. സ്നേഹപ്രകടനം എന്ന നിലയിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളല്ല, ഞാൻ ചെയ്യുന്ന ഒരു കാര്യം മറ്റേ ആളുടെ ഇഷ്ടത്തിനനുസരിച്ചായിരുന്നാൽ മാത്രമേ അത് നടക്കുള്ളൂ. അതുകൊണ്ട് അയാളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞാലേ നമുക്ക് സ്നേഹിക്കാൻ കഴിയുള്ളൂ. ഇഷ്ടങ്ങൾ അറിയണമെങ്കിൽ അയാളെ മനസ്സിലാക്കണം, അയാളെ മനസ്സിലാക്കണമെങ്കിൽ അയാളെ ശ്രദ്ധിക്കണം. അയാൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മാത്രമേ അയാളുടെ ഇഷ്ടം അറിയുള്ളൂ. അത് കുട്ടികളായാലും ശരി, ഇപ്പൊ ഭാര്യയായാലും ശരി, അച്ഛനായാലും ശരി, അമ്മയായാലും ശരി, ആരായാലും ശരി, അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ ഭയങ്ങൾ, അവരുടെ ടെൻഷനുകൾ, അവരുടെ സങ്കടങ്ങൾ, അവരുടെ സന്തോഷം ഉണ്ടാക്കാവുന്ന, അവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന സംഗതികൾ, ഈ വക കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരാളെ സ്നേഹിക്കാനാവുള്ളൂ. ആ അതിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അതിന് വലിയ പണിയാണ്, ഒരുപാട് ശ്രമം നടത്തണം, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അതൊരു പഠിച്ചാലും പഠിച്ചാലും തീരാത്തൊരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ജീവിക്കണമെങ്കിൽ എളുപ്പമല്ല, നല്ല പണിയാണ്. കാരണം എനിക്ക് എന്നെ തന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. പിന്നെ എങ്ങനെ ഈ മറ്റുള്ളവരെ മനസ്സിലാക്കുക എന്നുള്ളത്, എൻ്റെ ഞാൻ എപ്പോ എങ്ങനെ പെരുമാറും എന്നുള്ളതിന് പോലും അറിയില്ല. എൻ്റെ എന്നോട് ഒരാൾ എങ്ങനെ പെരുമാറണം എന്ന് എന്നോട് ചോദിച്ചാൽ അതുപോലും എനിക്ക് പറയാനറിയില്ല. ശരിക്കും എൻ്റെ ഇഷ്ടങ്ങൾ എന്താണ് അത് പറയാനറിയില്ല. അപ്പൊ പിന്നെ വേറെ ആളോട് ചോദിച്ചാൽ കിട്ടില്ല. ഇനിയിപ്പോ വേറെ ആളോട് ചോദിച്ചാൽ അയാൾ പറയണമെങ്കിലോ അയാളതൊന്നും തുറന്നു പറയല. നമ്മളോട് തുറന്നു പറയണമെങ്കിൽ നമ്മളോട് തുറന്നു പറയാൻ പറ്റുന്ന ആളായിട്ട് ഇവർക്ക് തോന്നണം, അല്ലാതെ ഒരു കാര്യം തുറന്നു പറയല. അതുകൊണ്ട് ഈ തുറന്നു പറച്ചിൽ തുറന്നു പറച്ചിൽ നടക്കുന്നില്ല പല വീടുകളിൽ. കാരണം ഇത് പറയാൻ പറ്റുന്ന ആളായിട്ട് മറ്റേയാൾക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ രണ്ട് മൂന്ന് കൂട്ടരും, ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ തന്നെ, അവര് അവരുടെ സങ്കടങ്ങളും അവരുടെ വിഷമങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കടന്നു പോവുക. അതുകൊണ്ട് സംഭവിക്കുന്നത്, നന്നായി ജീവിക്കണം എന്ന് കള്ളുകൂടിയൊക്കെ മദ്യപാനമൊക്കെ നിർത്തി ഏറ്റവും നന്നായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് നടക്കുന്നില്ല. കാര്യം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് പറഞ്ഞ ഒരു സന്തോഷം എന്ന് പറഞ്ഞ ലെവലിലേക്ക് പലപ്പോഴും എത്തുന്നില്ല. ഇനി എത്തുന്നവരുണ്ടാവാം. ഏഹ് ഈ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എത്തുകയും ചെയ്യും. കുറെ, പക്ഷെ ശ്രമിച്ചാൽ നടക്കുകയും ചെയ്യും. അതിലേക്കുള്ളൊരു പ്രയാണമാണ് ആൽക്കഹോളിക്സ് അനോണിമസ് നടത്തുന്നത്. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാലാണ് ഈ പറഞ്ഞ 12 വാഗ്ദാനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുക. എത്തിച്ചേരണമെങ്കിൽ കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് നാം ഖേദിക്കുകയോ അതിന്റെ നേരെ വാതിൽ കൊട്ടിയടയ്ക്കുകയോ ചെയ്യില്ല. പ്രശാന്തി എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ നന്നായി ഗ്രഹിക്കുകയും സ്നേഹം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് കുറേ വാഗ്ദാനങ്ങൾ പറയുന്നുണ്ട്. ഉം, കഴിഞ്ഞ അതിലേക്ക് പോ- പോകണമെങ്കിൽ ആ വാഗ്ദാനത്തിന്റെ ലെവലിലേക്ക് എത്തണമെങ്കിൽ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുക. ആ, വെറുതെ കുടി നിർത്തുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല. കാരണം കുടി കുടിയല്ല പ്രശ്നം.
ഈ കുടിക്കാത്ത ആൾക്കാരിലും ഇതേ സംഭവങ്ങളുണ്ട്. നന്നായി നന്നായി ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. ഇതിന്റെ അവസാനം എത്തിച്ചേർന്ന് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന് ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. ഇത് മാത്രമല്ല, അവരെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അയാൾ അറിയണം. പിന്നെ എന്താണോ ചെയ്യേണ്ടത്, ഇപ്പൊ ചെയ്യേണ്ടത് എന്താണ്? 24 മണിക്കൂർ നേരം, 24 മണിക്കൂർ പദ്ധതി എന്ന് പറഞ്ഞ കള്ളുകൂടി നിർത്താൻ വേണ്ടി മാത്രമല്ല, ഇന്നത്തെ ദിവസം ഈ നിമിഷത്തെ ആസ്വദിക്കുക. ഈ കിട്ടിയിരിക്കുന്ന മഹത്തായ ഒരുപാട് സൗഭാഗ്യങ്ങളെ ഉൾക്കൊള്ളുക. എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ലാത്തവനെ പോലെയാണ് ചിലപ്പോഴൊക്കെ നമ്മുടെ പെരുമാറ്റം. നിരാശയുടെ രീതിയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ കാലത്തേക്ക് ഞാൻ തീരുമാനിച്ചൊരു കാര്യം, എത്ര ഇത് വന്നാലും കഴിഞ്ഞ കാലത്തേക്ക് ചിന്തയെ പോകില്ല. അങ്ങനെ ചിന്ത പോയില്ല എങ്കിൽ കഴിഞ്ഞ കാലത്ത് നിന്ന് ഉള്ള സാധനങ്ങൾ, എന്താ പറയാ, പറ്റിയ തെറ്റ് പിന്നെ ആവർത്തിക്കുക അതൊന്നുമില്ല. കഴിഞ്ഞ കാലത്ത് ഉണ്ടായ തെറ്റ് നമ്മളുടെ മനസ്സിലുണ്ട്. പക്ഷെ ഏതെങ്കിലും ചിന്ത പഴയ കാലത്തെക്കുറിച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ പോവില്ല, ബ്ലോക്ക് ചെയ്യും. വെറുതെ നിരാശനം. അതേപോലെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. ഭാവിയെക്കുറിച്ച് പ്ലാൻ ചെയ്താൽ മതി. നാളെ ചെയ്യേണ്ട കാര്യം, നാളെ ഒരു ഓണാഘോഷമുണ്ട്, രാവിലെ 8 മണിയാകുമ്പോൾ പോകണം, അത് ഉച്ചയ്ക്ക് അവിടെ നിന്ന് കഴിയും, പിന്നെ ബാങ്കിലൊന്ന് പോകാനുണ്ട്. അങ്ങനെ 3-4 പരിപാടി നാളെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പരിപാടിയൊക്കെ ചെയ്താൽ മതി. അല്ലാതെ ഇങ്ങനെ ഓർത്തോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. വെറുതെ വിഷമിക്കുക എന്നുള്ളത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് മദ്യപാനമൊക്കെ നിർത്തി ജീവിക്കുമ്പോൾ നന്നായി ജീവിക്കണമെങ്കിൽ ഈ പറഞ്ഞ 5-6 കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരണം എന്നാണ്. ഒന്നാമത് പറഞ്ഞത് മൈൻഡ്ഫുൾനെസ്. ഏതാണോ ഉള്ളത് അതിൽ ഇങ്ങനെ ശ്രദ്ധ കൊടുത്തിരിക്കുക, മനസ്സിനെ അലഞ്ഞു തിരിയാൻ വിടാതിരിക്കുക. രണ്ടാമത് പറഞ്ഞത് നമ്മളുടെ മുഖമാണ് പ്രശ്നം. നമ്മളുടെ മറ്റുള്ളവര് സന്തോഷത്തോടു കൂടി ഇരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം സന്തോഷം കാണേണ്ടത് എൻ്റെ മുഖമാണ്. നമ്മൾ ഈ ഈ പറഞ്ഞ ഏത് വികാരത്തിലും ഇത് ആർക്കും മനസ്സിലാവില്ല. ടെൻഷനാണോ, ദേഷ്യമാണോ, സങ്കടമാണോ, ഭയമാണോ, ഉത്കണ്ഠാണോ, കുറ്റബോധമാണോ, ഇതൊന്നും ആർക്കും മനസ്സിലാവില്ല. ആരും ചോദിച്ചിട്ടുണ്ടാവില്ല. എന്നോട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. അതൊക്കെ എന്തോ വല്ലാത്തൊരു ഒരു വിഷമമുണ്ടല്ലോ എന്ന് ഇതുവരെ ആരും ചോദിച്ചില്ല. എന്താ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കണതെന്ന് ചോദിച്ചിട്ടുള്ളൂ. ഈ സീരിയസ് ആയിട്ടിരിക്കുന്ന അത് മനസ്സിലാവാനുള്ള സാധ്യതയില്ല. പിന്നെ ഒന്നുള്ളത്, ആരെയും ഏഹ്, ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ അവരെ ഉപദേശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുക. അത് ചെയ്യാതിരിക്കുക. അതുപോലെ ഈ സമാധാനിപ്പിക്കാനും അറിയില്ല ശരിക്കും പറഞ്ഞാൽ. ആരെങ്കിലും പ്രയാസം വന്നാൽ അവരെ നല്ല വാക്കുകൾ കൊണ്ട് സമാധാനിപ്പിക്കാനുള്ള കുറച്ച് വാക്കുകൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണം. സാരമില്ല, പോട്ടെ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് എല്ലായിടത്തും പറ്റൂല. ഞാനും ഇതുപോലെയൊക്കെ പ്രശ്നങ്ങൾ ഒരുപാട് അനുഭവിച്ചതാണ്. അത് വലിയ കാര്യമാക്കാനില്ല. കാര്യമാക്കാനില്ല എന്നുള്ള വാക്ക് പറയരുത്. കാരണം അയാൾ ഒരുപാട് വലിയ കാര്യമായതുകൊണ്ട് നമ്മളൊന്നും പറഞ്ഞു. നീ അതങ്ങ് വിട്ട് കളയാതെ, ഇതും പറയാൻ പാടില്ല. നീ അത് നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടൊന്നും ഒരു കുഴപ്പം വരില്ല. അത് സമാധാനിപ്പിക്കണം. വാക്കുകൾ അതുകൊണ്ട് കാര്യമില്ല. പിന്നെ എങ്ങനെ സമാധാനിപ്പിക്കാം? ഞാനും ഇതുപോലെയൊക്കെ ആയിരുന്നു ഒരു കാലത്ത്. ഉം. പിന്നെ എന്തോ വലുത് വരാനുണ്ടായിരുന്നത് ഇങ്ങനെ വന്നു എന്ന് വിചാരിച്ചാൽ മതി. ഒരുപക്ഷെ ചില അനുഭവിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടി തന്ന അനുഭവമായിരിക്കും കേട്ടോ അതൊക്കെ കൂടുതൽ. ഉം. കുറച്ചുകൂടെ വളരാൻ വന്ന ഒരു അനുഭവമായിരിക്കും അത് എന്നൊരു സംഗതി വന്നാലൊരു ഒരു ആശ്വാസമാക്കാം. അതുപോലെ ഏഹ്, എല്ലാവർക്കും ഒരുപാട് പല ആൾക്കാർക്കും ഇതേപോലെ പല പ്രശ്നങ്ങളും ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇതും മാഞ്ഞു പോകും കേട്ടോ. എത്ര വലിയ പ്രശ്നമാണെങ്കിലും അതൊന്നും അധികം കാലം നിൽക്കുക, അതും മാഞ്ഞു പോകും എന്ന് പറയുന്നത് ഒരു ആശ്വാസമാണ്. നേരെ തിരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നീ അത് കാര്യമാക്കേണ്ടത്. നീ എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നത്?
അതൊക്കെ പോട്ടെ, അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതൊന്നും അങ്ങനെയൊന്നുമില്ല, നീ ഭയപ്പെടുന്ന കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടില്ല. ആ ടൈപ്പുള്ള ഈ സമാധാനിപ്പിക്കലൊക്കെ ഞാൻ വേണ്ട. മറിച്ച് സമാധാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ആദ്യം കേൾക്കാൻ നിൽക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ എന്താ പറയാ, എൻ്റെ ലൈഫിൽ എൻ്റെ സന്തോഷത്തിന് വിലങ്ങുതടിയാവാൻ മറ്റൊരാളുടെയും പെരുമാറ്റത്തെ ഉം, എന്താ പറയാ, പെരുമാറ്റം ആവാൻ പാടില്ല. അത് എൻ്റെ സന്തോഷം, എൻ്റെ തീരുമാനമാണ്, എൻ്റെ കയ്യിലായിരിക്കണം. അതിനെന്താണ് ഞാൻ ചെയ്യേണ്ടത്, അതൊക്കെയാണ് ചെയ്യേണ്ടത്. വലിയൊരു വിഷയമാണ്. ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ആയതുകൊണ്ട് ഇത് ചുരുക്കി പറയണം എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. കുറെ എക്സാമ്പിൾ വെച്ചിട്ടൊക്കെ പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കിയതാണ്. ഏകദേശം 11 മണി കഴിഞ്ഞു, ഞാൻ നിർത്തുകയാണ്. ഈ ഇതേപോലെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഈ നല്ല സന്തോഷം ഉണ്ടാവും എന്ന് വിചാരിച്ച സമയങ്ങളിലൊക്കെ അസ്വസ്ഥമായി ഇരുന്നിട്ടൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടെങ്കിൽ പറയാം. അതേപോലെ ഈ സ്വന്തം റിസർച്ച് നടത്തിയിട്ട് അസ്വസ്ഥമായ ആവുന്ന സമയങ്ങളെ സ്വസ്ഥമാക്കി എടുക്കാൻ വേണ്ടി ഓരോരുത്തരും കണ്ടെത്തിയ കാര്യങ്ങൾ. ഇത് എൻ്റെ ജീവിതത്തിൽ ഞാനാണ് കണ്ടെത്തേണ്ടത്. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് ആർക്കും അത് സാധ്യവുമല്ല. ഓരോരുത്തരുടെയും ലൈഫിൽ അവരുടെ പാർട്ട്ണർ വേറെയാണ്, അവരുടെ മക്കൾ വേറെയാണ്, അവരുടെ സിറ്റുവേഷൻ വേറെയാണ്, അവരുടെ ജോലി വേറെയാണ്, വരുമാനം വേറെയാണ്, വീട് വേറെയാണ്, എല്ലാം വേറെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സിറ്റുവേഷനിൽ അവരാണ് ഈ സന്തോഷം കണ്ടെത്തേണ്ടത്. അതിന് വിലങ്ങുതടിയായി നിൽക്കുന്ന പ്രശ്നങ്ങളെ അവർ തന്നെ അതിൻ്റെ അകത്ത് പരിഹാരം കണ്ടെത്തി പോകണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത, നല്ല പോസിറ്റീവായി ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ നെഗറ്റീവ് ഭാഗമായിരുന്ന എന്തെങ്കിലും കാര്യത്തെ മാറ്റിമറിച്ച, ജീവിതത്തെ മാറ്റിമറിച്ച എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതാണെന്നുള്ള അഭിപ്രായത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ചിന്തയിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു. താങ്ക് യു വിജയ മാഷ്. താങ്ക് യു സോ മച്ച്. സുഹൃത്തുക്കളെ, മാഷ് പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുവാനോ കൂട്ടിച്ചേർക്കുവാനോ ഉണ്ടെങ്കിൽ മാഷ് ലൈനിലുണ്ട്. അവനവന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ മാഷ് ലൈനിലുണ്ട്. ആരെയും കാണുന്നില്ല. ഇത് വിഷയം കട്ടിയായി പോയോ അതോ മനസ്സിലാവാഞ്ഞിട്ടാണോ? ഇല്ല മനസ്സിലായി. ഇതൊരു ഭയങ്കര വിഷയം, അല്ല, ഇതൊരു ഭയങ്കര വിഷയമാണ് മാഷേ, കേട്ടോ. ഞാൻ ഹലോ, ഹലോ. ഇങ്ങോട്ടാ. രതീഷ് ഭായ് പറയൂ. പ്രിയമുള്ളവരെ, ഞാനൊരു മദ്യാസക്തൻ. ദൈവാനുഗ്രഹത്താലും കൂട്ടായ്മയിൽ സഞ്ചരിക്കാൻ ഇന്ന ദിവസം മദ്യവെച്ചിട്ടില്ല. എൻ്റെ പേര് രതീഷ്. എല്ലാവർക്കും ബിഗ് ഹായ്. ഞാൻ ഇത്തേക്ക് സുബോധത്തില് 3 വർഷവും 1 മാസവും 15 ദിവസമായി. അതുകൊണ്ട് തന്നെ സുഖമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനം ഉണ്ടെന്ന് പറയാൻ പറ്റുന്നുണ്ട്. മാഷ, എനിക്കൊരു സംശയം. നമ്മ ഈ പഴയ കാര്യങ്ങളെ ഓർക്കുന്നില്ല എന്ന് മാഷ് പറഞ്ഞില്ലേ? പക്ഷെ ഈ പഴയ കാര്യങ്ങളെന്ന് വെച്ചാല് ഈ നമ്മ കഴിഞ്ഞുപോയ ജീവിതത്തിനെ കുറിച്ചിട്ട് നിരാശയോ ഇതൊന്നും കൂട്ടായ്മയിലായതുകൊണ്ട് നിരാശയോ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഈ ടെമ്പററി സ്പോൺസർ ആയാലും വിളിച്ചിട്ട് അവരുടെ പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ എൻ്റെ ഈ ജീവിതമായിട്ട് സമാനമായിട്ടുള്ള ചില കാഴ്ചകളെല്ലാം കാണുമ്പോൾ അത് വല്ലാത്ത രീതിയിൽ ഫീൽ ചെയ്യലുണ്ട് ഇങ്ങനെ. പക്ഷെ ഞാനിങ്ങനെ ആയിപ്പോലും, അല്ലാണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് അങ്ങനെ പഴയ രീതിയിൽ ഇങ്ങനെ മനോവിഷമം വരുന്നില്ല. പക്ഷെ ആ ഒരു മാഷ് പറഞ്ഞ കണക്ക് പഴയ രീതി തീരെ ചിന്തിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരവസ്ഥ ഉണ്ടാകുമെന്നുള്ളൊരു സംശയമാണ് എനിക്ക്. വേറൊന്നുമില്ല. താങ്ക് യു മാഷ. അത്
ചിന്തിക്കാതെ ഉണ്ടാവില്ല, അത് വരും. അത് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തലച്ചോറിലുണ്ട്. അത് ശരിക്കും പറഞ്ഞാല് വെറുതെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതല്ല, ആ ഒരു ചിത്ര രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എന്താ പറയാ. അതായത് അതിനെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ ആ ചിത്രവും കൂടി നമ്മുടെ മനസ്സിൽ വരും. ആ സീനിൽ കൂടെ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന പോലെ ആണ് നമ്മൾ പോവുക. ഒരു നമ്മൾ അതിൽ നടക്കുന്നത് പോലെ തോന്നും. ആ സിറ്റുവേഷൻ, നമ്മളൊരു നെഗറ്റീവ് സിറ്റുവേഷനിൽ നമ്മൾ ആ ഫീലിലുള്ള പോലെ തോന്നും. അങ്ങനെ അങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ അത് പ്രശ്നമാണ്. പക്ഷെ അത് ഓർക്കാതിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ശരിയാണ്. അത് ഓർമ്മ വരും, പക്ഷെ അത് അപ്പൊ തന്നെ അതിന് ഞാൻ എന്തിനിപ്പോ അതങ്ങനെ ഓർക്കണത്, അതങ്ങനെ ഓർത്തു എന്ന് വെച്ചിട്ട് നമുക്ക് ഒരു ഗുണമില്ല. നമുക്ക് എന്തെങ്കിലും ഗുണമുള്ള കാര്യം വേണ്ടേ ഓർക്കാൻ, അത് ഒരു ഗുണമില്ല. മാത്രമല്ല നമുക്ക് ഭയങ്കര നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് വേഗം ചിന്ത മാറ്റുക. ഐ, ഇങ്ങനെ എന്തിനിപ്പോ അതിങ്ങനെ ആലോചിച്ചിട്ടേക്കണത്. വേഗം അവിടെ നിന്ന് ഒന്നുകിൽ എഴുന്നേൽക്കുക, അല്ലെങ്കിൽ പോയി ഒന്ന് മുഖം കഴുകുക, അതല്ലെങ്കിൽ ഫോൺ ചെയ്യുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ശ്രദ്ധ മാറ്റുന്ന വേറൊരു പണി ചെയ്ത് കഴിഞ്ഞാൽ ആ ചിന്ത അങ്ങ് പോകും. ആ ചിന്ത അങ്ങ് പോയി എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കില്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. മിക്കവാറും ഈ ബാത്റൂമിൽ ആണ് പലപ്പോഴും ഏകനായിരിക്കുന്ന സമയത്താണ് ഇത്തരം ചിന്തകൾ വരിക. അത് എന്താ പറയാ, അതിനെ മാല പോലെ പുറത്ത് വിടാതിരിക്കാൻ നോക്കുക. ബെസ്റ്റ് വരുമ്പോഴത്തേക്കും വേഗം ചിന്ത ഇങ്ങോട്ട് മാറ്റുക. അത് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. കുറച്ച് ദിവസം മെനക്കെട്ടാ നടക്കും. ഓക്കെ മാഷേ, താങ്ക് യു ശ്രീനോട്ടാ. താങ്ക് യു രതീഷ് ഭായ്, താങ്ക് യു മാഷെ. സുഹൃത്തുക്കളെ, അടുത്ത ആർക്കാണ് ഷെയർ ചെയ്യാനുള്ളത്, അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുള്ളത്? മാഷ് ലൈനിലുണ്ട്. നമ്മൾ മൊത്തം ഞാനടക്കം മാഷടക്കം 24 പേരുണ്ട്. നമുക്ക് വേണ്ടി മാഷ് 1 മണിക്കൂർ നിർത്താതെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതാണ്. പിന്നെ ഒരു നേരത്തെ രതീഷ് ചോദിച്ച പോലെ ഇത് എൻഗേജഡ് ആയിരിക്കുക എന്നുള്ളതാണ്. എൻഗേജ്ഡ് വെച്ചാൽ എന്താ എൻഗേജ് ഇരിക്കുന്നത്? എപ്പോഴും ജോലി മാത്രമൊന്നുമല്ലല്ലോ. എന്ന് ഒന്ന് ഉറക്കത്തിന്റെ സമയം ഉറക്കം എൻഗേജ് ചെയ്യുക. അതല്ലെങ്കിൽ ഒന്നുകിൽ TV കാണുക, അതല്ലെങ്കിൽ പത്രം ഏതെങ്കിലും പുസ്തകം എടുത്ത് വായിക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക. വായിക്കുകയോ മൊബൈൽ നോക്കുകയോ. മൊബൈൽ അധികം നേരം, മൊബൈൽ വലിയ പ്രശ്നമുണ്ട്. അത് നോക്കുന്നത് ഏതിനനുസരിച്ചാണ് നോക്കൂ. അറിവുണ്ടാക്കാനാണെങ്കിലും ഓക്കെ, അതല്ലാണ്ട് എൻജോയ്മെന്റിനും ഓക്കെ. പക്ഷെ അത് തന്നെ ആണെങ്കിൽ അതും പ്രശ്നം വരും. പിന്നെ വായനയോ, അതല്ലെങ്കിൽ സൗഹൃദ സംഭാഷണമോ, മീറ്റിങ്ങിൽ പോവുകയോ, ജോലിക്ക് പോവുകയാണെങ്കിൽ ജോലി അങ്ങനെ സമയം കളയാനില്ല നോക്ക്, വെറുതെ ഇരുന്നിട്ട്. അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടം. പിന്നെ നഷ്ടബോധം വരും, ഒന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥ വരും. സുഹൃത്തുക്കളെ, നമുക്കൊരു 15 മിനിറ്റ് കൂടെ ഉണ്ട്. സമയം എടുക്കുന്നുണ്ട്. മീറ്റിംഗ് അവസാനിപ്പിക്കാറായിട്ടില്ല. അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി മുന്നോട്ട് വരാവുന്നതാണ്. ജിൽസേട്ടായി. ഹലോ, കേൾക്കാവോ? ജിൽസേട്ടായി കേൾക്കാം. ഞാനൊരു അമിത മദ്യാസക്തൻ. ഇന്ന് കുടിച്ചിട്ടില്ല. ഞാന് ഇപ്പോ മാഷ് പറഞ്ഞ കുറെ കാര്യങ്ങള് വളരെ ശ്രദ്ധയോടെ കേൾക്കായിരുന്നു. വൈകിയാണ് കയറിയതെങ്കിൽ ഇത് മാഷ് പറയുന്ന കുറെ കാര്യങ്ങൾ ഈ കുടുംബ
മായിട്ട് ജീവിക്കുന്ന ആളുകള് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് മെയിനായിട്ടും അതിനകത്ത് കടന്നു വരുന്നത്. ഈ ആൽക്കഹോളിക്സ് അനോണിമസില് ഒരു 25% ആളുകളെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കേണ്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അപ്പോ ഞാനൊക്കെ വന്നിട്ട് ഇപ്പോ 9 വർഷം കഴിഞ്ഞു. മാഷിന് അറിയാമായിരിക്കും, ഞാൻ ജിൽസ് തൊടുപുഴയെന്നാണ്, നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ ഈ ഒറ്റയ്ക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒറ്റയ്ക്കായതാണ്. അപ്പോ ഈ ഒറ്റയ്ക്കായ ആളുകള് അനുഭവിക്കുന്ന ഈ ഒറ്റപ്പെടൽ അത് വളരെയേറെ തീഷ്ണതയാണ്. അതിന് ഏറ്റവും കൂടുതൽ അനിവാര്യമായ കൂടുതൽ മീറ്റിങ്ങുകൾ കൂടുക, യിൽ സജീവമാവുക, മാഷ് പറയുന്നത് പോലെ എപ്പോഴും ഏതെങ്കിലും കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുക. അത് ഒരു പരിധി വരെ ഒക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ വൈകുന്നേരങ്ങളിൽ വീട്ടിലെത്തി കഴിയുമ്പോഴുള്ള ഒറ്റപ്പെടൽ ആസ്വദിക്കുന്നുണ്ട്. ഒറ്റപ്പെടലല്ല, ശരിക്കും അത് ആസ്വദിക്കുവാണ്. ഞാൻ പണ്ട് മദ്യപിച്ചുകൊണ്ടിരുന്നപ്പോ ഒറ്റപ്പെടൽ ഒരു വേദനയും ബുദ്ധിമുട്ടുമായിരുന്നെങ്കിൽ ഇന്ന് ഒറ്റപ്പെടൽ ഒരു ആസ്വദിക്കാൻ തുടങ്ങും. പക്ഷെ ഈ ചില സമയത്തെങ്കിലും അറിയാതെ കുറച്ച് സമയമെങ്കിലും നമ്മുടെ ഭാവിയെ പറ്റിയുള്ള ഒരാകുലതകൾ കയറി വരും. അത് കുറെ കഴിയുമ്പോഴത് മാറിപ്പോവുകയും ചെയ്യും. ആ കുറെ സമയത്തേക്ക് വരുന്ന ആ സമയത്തുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അത് എന്നെ സംബന്ധിച്ച് വളരെ ചെറിയ സമയത്തേക്കേ ഉള്ളൂ. അറിയാതെ ആകുലതപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ്. അപ്പൊ അതിന് ശരിക്കും പറഞ്ഞാലൊന്ന് മറികടക്കാൻ അന്നേരം ഒന്നും ആരെയൊന്നും വിളിക്കാനൊന്നും തോന്നുന്നില്ല. എങ്കിലും കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ യാഥാർത്ഥ്യബോധത്തോടു കൂടി തിരിച്ചെത്തുകയും വിവേകത്തോടെ ചിന്തിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതിനെന്തെങ്കിലുമൊക്കെ ഒരു ടിപ്സ്, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു ദിവസത്തേക്ക് ഇന്നിപ്പം മാഷ് പറഞ്ഞതുപോലെ ഒരു ദിവസത്തെ സ്പീക്കർ മീറ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. ഓക്കെ. ജിൽസ് പറഞ്ഞത് നല്ലൊരു വിഷയമാണ്. നല്ല ഇത് ശരിക്കും ഒറ്റപ്പെടല് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആള് മാത്രമല്ല കേട്ടോ, ആൾക്കൂട്ടത്തിന്റെ കൂട്ടത്തിലും ഒറ്റയാനായി പോകുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പൊ നല്ലൊരു വിഷയമാണ്. നമുക്ക് അടുത്ത ആഴ്ച വേണമെങ്കിൽ അതൊരു വിഷയമായിട്ട് എടുക്കാം. ഒറ്റപ്പെടലിൽ നിന്ന് നമ്മൾ എങ്ങനെ നമുക്ക് മോചിതനാവാന്നുള്ളൊരു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലുണ്ട് ഈ സാധനം. എന്നെ ആർക്കും മനസ്സിലാവുന്നില്ല. ഇപ്പൊ വീട്ടിലെ ആൾക്കാരുണ്ട്, ഭാര്യയും മക്കളും ഒക്കെ അച്ഛനും ഒക്കെ ഉണ്ടാവും. പക്ഷെ എൻ്റെ പ്രയാസവും പ്രശ്നങ്ങളും ഒന്നും മനസ്സിലാക്കാനില്ല എന്ന് വിചാരിച്ച് ഒറ്റയാനായി നടക്കുന്ന ആൾക്കാരുണ്ട്. ജിൽസ് പറഞ്ഞത് ആരും കൂടെ അല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാൾ കാര്യം പറഞ്ഞു. അപ്പൊ ഇത് രണ്ടും ഉണ്ട് എന്ന് പറയരുത് ഒറ്റപ്പെടൽ എന്നുള്ള സാധനത്തിൽ. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് ആ വിഷയം എടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ തോന്നുന്നു. ഓരോരുത്തരും, അതായത് ഞാൻ ഇതിൽ ഈ വിഷയത്തിൽ എനിക്ക് ഒരു അഭിപ്രായം ഉള്ളതെന്ന് വെച്ചാല്, ഇത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. അതായത് എല്ലാവരുടെയും എന്താ പറയാ ചിന്തയെ ഒന്ന് ഉദ്ദീപിക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും അത്യാവശ്യം കഴിവുള്ളവരും അറിവുള്ളവരും ഒക്കെ തന്നെയാണ്. ഇവിടെ ആരും ആരെയും ഒന്നും പഠിപ്പിക്കാനൊന്നും പറ്റൂലല്ലോ. മറിച്ച് എല്ലാവരെ കൊണ്ട് ചിന്തിപ്പിക്കാനേ പറ്റുള്ളൂ. അപ്പൊ ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ, ഏത് ചിന്തിക്കണം, എങ്ങനെ ചിന്തിക്കണം എന്നുള്ളതിനെ കുറിച്ച് ചില നിർദ്ദേശങ്ങളെ എനിക്കും തരാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നിങ്ങളെ ഓരോരുത്തരോട് നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയാൻ ഞാൻ ആളല്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ ചിന്തിച്ച് പോകേണ്ട റൂട്ട് പറഞ്ഞുതരാം. ഇത് ശരിക്കും ആരെങ്കിലും ഒന്ന് പറഞ്ഞാലേ മനസ്സിലാവും. മറ്റേത് ആ ഭാഗത്തേക്ക് ചിന്തിക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുള്ളവരൊക്കെ തന്നെ അതിനൊരു സൊല്യൂഷൻ, ഓരോരുത്തരുടെ ഭാഗത്തു നിന്നുള്ള സൊല്യൂഷൻ ഉണ്ടാവും. ഞാൻ എന്ത് ചെയ്യുന്നു.
അപ്പം അതും കൂടെ കൂടിയിട്ട് നമുക്ക് അടുത്ത ആഴ്ച ഡിസ്കസ് ചെയ്താൽ നമുക്ക് വളരാൻ പറ്റും. എന്നെ പോലെയുള്ള ഒരാൾ എന്ത് ചെയ്തു എന്നറിയുമ്പോൾ നമുക്കത് വളരാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് അത് എടുക്കാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ജിൻസ്. താങ്ക് യു. മാഷെ ഓക്കെ, താങ്ക് യു. താങ്ക് യു ജിൽസേട്ടായി. പ്രസാദേന്റെ ഫോൺ മൈക്ക് ഓൺ ആയിട്ടുണ്ട്. ഈ സുഹൃത്തുക്കളെ അടുത്താരാണ്? നമുക്ക് കുറച്ച് സമയം കൂടി ഉണ്ട്. സുഹൃത്തുക്കളെ എല്ലാവരും തിരക്കിലാണോ? നമുക്ക് കുറച്ച് സമയം കൂടി ഉണ്ട്, 7 മിനിറ്റ് കൂടി ഉണ്ട്. സുഹൃത്തുക്കളെ എല്ലാവരും തിരക്കിലാണോ? നമ്മുടെ വിലപ്പെട്ട സമയം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോ 6 മിനിറ്റ് ആയി. സുഹൃത്തുക്കളെ, ഞാനൊരു അമിത മദ്യാസക്തനാണ്. ദൈവറിയാലും ഇന്ന് ബലക്ഷോട് സ്നേഹിന്നാലും ഇന്ന് മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ജോളി. ചോദിച്ചിട്ടാ ഹായ്. സത്യം പറഞ്ഞ സാറിൻ്റെ ഇന്ന് തിങ്കളാഴ്ചയാണ്. ഈ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരിക്കാറുണ്ട്. പ്രത്യേകിച്ച് വിജയമാഷിൻ്റെ ക്ലാസ് എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് കൂടുതൽ ഒരു ഹൃദ്യമായി തോന്നാറുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറുമുണ്ട്. പക്ഷെ ഇന്ന് വളരെ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു. ജ്വാലയിലൊന്ന് കയറി ഡോക്ടറുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് അങ്ങനെ ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ വിജയമാഷിൻ്റെ ഇത് മിഡ് നൈറ്റ് സ്റ്റാർ തുടങ്ങിക്കാണുമായിരിക്കുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാണ്ട് മണി 6:15 കഴിഞ്ഞു. അതുകൊണ്ട് ആണ് ഞാൻ മിണ്ടാതെ ഇങ്ങനെ ഇരുന്നത്. എന്താണ് പറയേണ്ടത്, എവിടെ നിന്ന് തുടങ്ങണം? കാരണം ഈ പഴയ കാരണവന്മാർ പറയും കണക്ക് വാലില്ലാത്തതെല്ലാം ആളേലായി എന്ന് പറഞ്ഞ കണക്ക് എന്തൊക്കെയോ കുറേ കേട്ടു. പക്ഷെ നമ്മൾ ഒരു മയക്കത്തിൽ നിന്ന് ഉണർന്നു വന്നു കഴിയുമ്പോഴത്തേക്കും അതിനെ പൂർണ്ണരൂപത്തിൽ ആ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള ചിന്തിച്ചെടുക്കാൻ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ തോന്നിപ്പോയി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സൈലൻ്റ് ആയിട്ടിരുന്നത്. ഇപ്പം ഈ ഏകാന്തത അല്ലെങ്കിൽ ഇപ്പം ജിൽസ് പറഞ്ഞതുപോലെ ഒരു പോയിൻ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആണെന്ന് തോന്നുന്നു ഞാൻ ഒരു കാര്യവും പറഞ്ഞായിരുന്നു. ഈ നമ്മുടെ ഈ ഭാര്യ മക്കള് എന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് ഇതിനെ കൂടുതൽ ആ കുടുംബ ജീവിതത്തിൻ്റെ സന്തോഷത്തെ തല്ലിക്കെടുത്തുന്ന, അല്ലെങ്കിൽ അവരാരും മനഃപൂർവ്വം അത് സന്തോഷം തല്ലിക്കെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നതൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ സഹോദരങ്ങളും സഹോദരിമാരും അങ്ങനെ ഏറ്റവും
കുടുംബവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളുടെ ഈ സംസാരങ്ങൾ നമ്മളെ കൂടുതൽ അരോചകരമല്ലാതെ അത് ശരിയാണല്ലോ അവർ പറഞ്ഞത്, അങ്ങനെയാണല്ലോ എന്നോർത്ത് അതിനെക്കുറിച്ച് വീട്ടിലൊരു ടോക്ക് സംഭാഷണത്തിലേക്ക് അത് നമ്മുടെ മനസ്സിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കുടുംബത്തിലെ പങ്കാളികളോ മക്കളോടോ അല്ലെങ്കിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അതിൽ നിന്ന് പിന്നീടുണ്ടാവുന്ന ആ സംസാരത്തിൻ്റെ ഗതി മാറിപ്പോവുകയും അത് കൂടുതൽ രൂക്ഷമായ അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്ക് വലിച്ചഴിക്കപ്പെടുകയും അതിലൂടെ മദ്യപിക്കാൻ പോകുന്ന അല്ലെങ്കിൽ മദ്യപിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അവരെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് തടഞ്ഞു നിർത്താം എന്നതിനെ കുറിച്ച് നമുക്കൊരു ദിവസം ഒന്ന് സംസാരിച്ചാൽ. കാരണം അനാവശ്യമായിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് മറ്റുള്ളവരുടെ ഈ സംസാരം, മറ്റുള്ളവരെന്ന് പറയുമ്പോഴത്തേക്കും അകന്ന ബന്ധുക്കളല്ല, ഏറ്റവും അടുത്ത നിൽക്കുന്ന ബന്ധുക്കളുടെ അത് എല്ലാവർക്കും ഒരു ഉപകാരമായിരിക്കും എന്ന് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെറുതായിട്ട് ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. സാറിന് അത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇന്ന് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. മദ്യപാനത്തിൽ നിന്ന് വിട്ടുനിന്ന് പോവുക, അത് 5 വർഷമോ 10 വർഷമോ എന്നുള്ളതല്ല. ആ ഒരു ദിവസത്തെ ആ കടന്നു പോകുമ്പോൾ അതിസൂക്ഷ്മമായിട്ട് അതിനെ വിലയിരുത്തി ഓരോ ദിവസത്തെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപാകതകൾ, ന്യൂനതകൾ നമുക്ക് മനസ്സിലാക്കാനും അതിൽ നിന്ന് അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ മെച്ചമായ രീതിയിൽ മുന്നോട്ട് എങ്ങനെ പോകാം എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. എന്തായാലും ദൈവത്തിൻ്റെ അളവറ്റ കൃപയും ഈ കൂട്ടായ്മയും ഈ നിത്യവും ഉള്ള ഈ മീറ്റിങ്ങിലൂടെയുള്ള സഞ്ചാരവും എനിക്ക് അതിന് കുറച്ച് ബലം നൽകുന്നുണ്ട്. സർവശക്തൻ ആ ബലം എല്ലാവർക്കും നൽകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു ജോളി ചേട്ടാ, താങ്ക് യു സോ മച്ച്. സുഹൃത്തുക്കളെ, നമ്മുടെ മീറ്റിങ്ങിന്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ 2-3 മിനിറ്റ് എടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് മീറ്റിംഗ് ക്ലോസ് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ വേഗം കടന്നു വരാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് മീറ്റിംഗ് ക്ലോസ് ചെയ്യാവുന്നതാണ്. സുഹൃത്തുക്കൾ, ആർക്കുമൊന്നും പറയാനില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഈ വൈകിയ വേളയിൽ ഇത്രയധികം സമയം ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുകയും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്ത വിജയം വാസന മിഡ്നൈറ്റ് സാറിന്റെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും നന്ദി അറിയിക്കുന്നു. അടുത്ത ആഴ്ചയും മാഷ് എത്തുമെന്ന പ്രതീക്ഷയോടുകൂടി മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. തന്നെയുമല്ല, ഇന്ന് മീറ്റിംഗിൽ എത്തിച്ചേർന്ന എല്ലാവരോടും നന്ദി പറയുന്നു. മീറ്റിംഗ് അവസാനിപ്പിച്ച് വാഗ്ദാനങ്ങൾ വായിക്കുകയാണ്. ഈയുടെ വാഗ്ദാനങ്ങൾ: നമ്മുടെ പുരോഗതി ഘട്ടത്തിൽ നാം കഠിനാധ്വാനത്തിന് തയ്യാറാണെങ്കിൽ പകുതി വഴി ചെല്ലുന്നതിന് മുൻപ് തന്നെ നാം അത്ഭുതപരന്തരാകും. ഒരു പുതിയ സ്വാതന്ത്ര്യവും സന്തോഷവും നാം അറിയാൻ പോവുകയാണ്. കഴിഞ്ഞ കാലത്തെ ഓർത്ത് നാം ഖേദിക്കുകയോ അതിന്റെ നേരെ വാതിൽ കൊട്ടിയടിക്കുകയില്ല. പ്രശാന്തി എന്ന വാക്കിന്റെ അർത്ഥം നന്നായി ഗ്രഹിക്കുകയും സമാധാനമെന്ന് നാം അറിയുകയും ചെയ്യും. നാം എത്രമേൽ താഴോട്ട് പോയിട്ടുണ്ടെന്നൊരു പ്രശ്നമല്ല, നമ്മുടെ അനുഭവങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താം എന്ന് നാം കാണുന്നു. ഒന്നിനും കൊള്ളാത്തവരാണ് നാം എന്ന ധാരണയും സ്വയം സഹതാപവും അപ്രത്യക്ഷമാകുന്നു. സ്വാർത്ഥ കാര്യങ്ങളിൽ നമ്മുടെ താല്പര്യം നഷ്ടപ്പെടുകയും നമ്മുടെ സഹജീവികളുടെ സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഭാഗ്യാന്വേഷണ പ്രവണത നമ്മിൽ നിന്നകലും. ജീവിതത്തോടുള്ള നമ്മുടെ മനോഭാവവും കാഴ്ചപ്പാടും മാറും. ആളുകളെക്കുറിച്ചും സാമ്പത്തിക സുരക്ഷിതത്വത്തെക്കുറിച്ചുമുള്ള ഭയം നമ്മെ വിട്ടകലും. നമ്മളെ
അന്താളിച്ചിരുന്ന സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു ഉള്ളിൽ കൊണ്ടെന്ന പോലെ നാം അറിയുന്നു. ഞങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഇതൊക്കെ അതിരുകടന്ന വാഗ്ദാനങ്ങളാണ് അല്ലെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾക്കിടയിൽ അവ സഫലമാക്കപ്പെടുന്നു, പലപ്പോഴും പെട്ടെന്ന്, ചിലപ്പോൾ സാവധാനം. നാം അതിനു വേണ്ടി ശ്രമിച്ചാൽ അവയെല്ലായ്പ്പോഴും സാധ്യമാകുന്നു. പ്രാർത്ഥന. ജോളിച്ചേട്ടാ. പ്രാർത്ഥന. ദൈവമേ, ദൈവമേ, മാറ്റുവാൻ പറ്റാത്തവയെ മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുവാനുള്ള സ്വീകരിക്കുവാനുള്ള പ്രശാന്ത മനസ്സതയും പ്രശാന്ത മനസ്സും മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാനുള്ള ധൈര്യവും ഇവയെ തമ്മിൽ വേർതിരിച്ചറിയുവാനുള്ള വിവേകവും ഞങ്ങൾക്ക് നൽകണമേ. താങ്ക് യു വിജയ മാസ്റ്റർ, താങ്ക് യു ജോളിച്ചേട്ടാ, താങ്ക് യു അലൻ ചേട്ടായി, താങ്ക് യു കോശി, താങ്ക് യു ജിൽ ചേട്ടായി, താങ്ക് യു രതീഷ് ഭായ്, താങ്ക് യു ഓൾ, താങ്ക് യു. അടുത്ത ആഴ്ച അല്ല, നാളെ എത്തും. രതീഷ് ഭായ് നാളെ കാണല്ലേ? ഓക്കെ ശ്രീനേട്ടാ. ഓക്കെ ഗുഡ് നൈറ്റ്.